أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم وصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا وسيدنا مصطفى محمد صلى الله عليه وسلم. اللهم ثم إلى حضرات أصحابه البدريين والأحديين والخندقيين والتبوكيين وسائر الصحابة والقرابة كلهم أجمعين. اللهم إلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهاد وأهل الخير كلهم أجمعين. اللهم بحقهم وبجائهم ربي يسر عسيرنا وسهل أمورنا فرج قروبنا وحسن مرادنا واشف أمراضنا يا شافي الأمراض. ربي يسر لنا أمورنا مع الراحة لقلوبنا وبداننا والسلامة والعافية في ديننا ودنيانا وأخرانا يا رب العالمين. اللهم سلمنا وأهلنا من كل آفات الدارين وارزقنا وإياهم من سعادات الدارين ونجنا وإياهم من كل فضيحات الدارين. اللهم آتنا وإياهم عزة الدارين. اللهم بارك لنا في كل أمورنا بركة تامة كما باركت على عبادك الصالحين. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأزواجنا وذرياتنا من الديون والمظالم والنار. اللهم اجعلنا ممن رضي عنهم شهر رمضان ولا تجعلنا ممن خصمهم شهر رمضان. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യ അതിഥിയും മുഖ്യ പ്രഭാഷകനും എൻ്റെ മകൻ്റെ ഗുരുനാഥന് കൂടിയായ ബഹുമാനപ്പെട്ട അൻവർ കമാലി ഫൈസി ഉസ്താദ് അവറുകൾ, ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഹുസൈൻ ദാരിമി ഉസ്താദ് അവറുകൾ, ഈ പള്ളിയിൽ
24 മണിക്കൂർ എന്ന് വേണം പറയാം ആ രീതിയിൽ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്രട്ടറി ബീരാൻക, നമുക്കിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് സഹായിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഷംസു വാലിയഴപ്പുഴ, കൺവീനർ അബൂബക്കർക്ക്, സ്നേഹമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, സർവശക്തനായ റബ്ബ് നമ്മുടെ ഈ കൂടലും പീരിയലൊക്കെ ഒരു സ്വാലിയായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് തരുമാറാവട്ടെ. പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്നിൽ അർപ്പിതമായ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ മഹത്തായ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സെക്രട്ടറി ബീരാൻകയാണ്. സെക്രട്ടറി ബീരാൻകയെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഹുസൈൻ ദാരിമി ഉസ്താദ് അറൂറാണ്. അദ്ദേഹം നമ്മുടെ പള്ളിയുടെ ഇമാമുമാണ്, നമ്മുടെ മദ്രസയിലെ സദർ മൗലിയുമാണ്. അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ ചടങ്ങ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ അൻവർ കവാലി ഉസ്താദ്. അദ്ദേഹം നമ്മുടെ ജാമിയ നൂരിയ അറബി കോളേജ് എന്ന് പറയുന്ന രാമനാട്ടിലെ ഒരു മഹത്തായ സ്ഥാപനമുണ്ട്, നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. എൻ്റെ മകൻ അവിടെ ഒരു പഠിതാവ് കൂടിയാണ്, ആ സ്ഥാപനത്തിലെ വൈസ് പ്രിൻസിപ്പൽ കൂടിയാണ്. അദ്ദേഹമാണ് ഈ ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി. അദ്ദേഹത്തെ ആർദ്രമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലൊക്കെ ഞാൻ പറയുന്നത് പോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ഒരു സ്ഥാപനമായിരുന്ന, ആരും വേണ്ടത്ര പരിഗണിക്കാതെ ഇരുന്ന, ഒരു പക്ഷേ നിസ്കരിക്കാൻ തന്നെ പലരും അറുപ്പോടുകൂടി ഇങ്ങോട്ട് കയറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്ന ഈ സ്ഥാപനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് വിപുലമായൊരു സംവിധാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ ഒരുക്കി തന്ന്, നേതൃത്വം നൽകുന്നത് ആര് എന്നല്ല അള്ളാഹു നോക്കുന്നത്, മറിച്ച് നേതൃത്വം നൽകുന്നവരുടെ നെയ്യത്ത് എന്താണ് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു നോക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥാപനം. ഏതാനും പ്രായമുള്ള നമ്മുടെ ബീരാൻക ഉൾപ്പെടെയുള്ള നമ്മുടെ കുറച്ച് പ്രവർത്തകരും, കണ്ണു കാണാത്തൊരു മുസ്തഫ മാഷ് ഇവിടെ ഉണ്ടായാൽ എന്ത് നടക്കുമെന്ന് പലരും മുമ്പ് പറയുകയും അവരുടെ വായ കൊണ്ട് തന്നെ ഇതെല്ലാം സാധിച്ചല്ലോ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തന്നത്. 10 സെൻറ്റ് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തപ്പോൾ 75 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെയൊരു സ്ഥലം വാങ്ങാൻ ആരാണ് ഇവിടെ ഉള്ളത്, ആരാണ് ഇതിന് നടക്കാനുള്ളത്, ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിച്ചവർ തന്നെ സ്ഥലം വാങ്ങി കെട്ടിടമുണ്ടാക്കിയതിന് ശേഷം പറഞ്ഞു, എന്തൊരു രസമുണ്ട്, എന്തൊരു റാഹത്തുണ്ട് ഇവിടുത്തെ പള്ളിയും മദ്രസയും എന്ന് അവരുടെ വാക്കുകൊണ്ട് അവരുടെ വായന്ന് തന്നെ വരികയുണ്ടായി. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നെയ്യത്ത് നമ്മൾ എന്താണോ നെയ്യത്ത് മനസ്സിൽ കരുതുന്നത്, അതിൽ കളങ്കമുണ്ടെങ്കിൽ അള്ളാഹു അപ്പം തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. കളങ്കമില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവിടെ നടപ്പിലാക്കും എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ മസ്ജിദും ഈ മദ്രസയും ഈ സംവിധാനമെല്ലാം. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ അൻവർ കമാലി ഉസ്താദിൻ്റെ മുമ്പിൽ നമ്മുടെ പള്ളിക്ക് വേണ്ടി മസ്ജിദിന് വേണ്ടിയൊക്കെ ഇങ്ങനെ മദ്രസക്കൊക്കെ വേണ്ടി പിരിവിന് പോയപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ദിവസം എത്തിപ്പെട്ടു. അങ്ങനെ എത്തിപ്പെട്ട് അവിടുന്ന് അദ്ദേഹം നേതൃത്വം നൽകുന്ന ആ മസ്ജിദിൽ നിന്ന് നല്ലൊരു പിരിവും കാര്യമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അന്ന് പിരിച്ചു തന്നു. അന്നാണ് ഞാൻ അൻവർ കമാലി ഉസ്താദിനുമായിട്ട് ആദ്യമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. ഇപ്പോൾ ജാമിയ മാഹിരിയയിലെ വലിയ ഒരു മാതൃകാപരമായ സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രിൻസിപ്പളായ അൻവർ കമാലി ഉസ്താദുമായിട്ടൊക്കെ വലിയ ബന്ധവും അടുപ്പവും വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ഒരു PTA പ്രസിഡന്റ് കൂടി ആവാൻ എനിക്ക് അൽഹംദുലില്ലാഹ് ഭാഗ്യം ലഭിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന് ഇനി ലക്ഷ്യങ്ങൾ പൂർത്തിയായിട്ടില്ല. നമ്മൾ മസ്ജിദ് അൽഹംദുലില്ലാഹ് മുമ്പൊക്കെ ആൾക്കാർ പറയും, എന്താ മാസ്റ്റർ നിങ്ങളെ മസ്ജിദിൻ്റെ കോലം, യാതൊരു വൃത്തിയില്ല, മൂത്രം നാറിയിട്ട് വയ്യ, റോഡിൻ്റെ സൈഡിലും മൂത്രം പറയും നാറിയിട്ട് വയ്യ എന്ന് പറയുന്ന ആ മസ്ജിദ് അള്ളാഹു സുബ്ഹാനഹു വ തആല അപാരമായ അനുഗ്രഹം കൊണ്ട് വളരെ റാഹത്തായി. അതുപോലെ മദ്രസയിൽ തന്നെ നമ്മൾ 1-ാം നിലയും നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു എങ്കിലും 2-ാം നില നമ്മൾ നെയ്യത്ത് ചെയ്തത് നമ്മൾ സംരക്ഷിക്കുന്ന നമ്മൾ യതീമായ കുട്ടികൾക്കും അവരുടെ ഉമ്മമാർക്കൊക്കെ ഒരു വലിയൊരു സംവിധാനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. കാരണം നമ്മൾ മാസം തോറും ഒരു 40ഓളം കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും അവർക്ക് മാസത്തിൽ നമ്മൾ വെറും ഒരു 1000 രൂപയുടെ ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. നമ്മുടെ പാവപ്പെട്ട ഉമ്മമാർ തരുന്ന മാസം തോറും തരുന്ന 500 രൂപയും ഒരു ഉദാരമതി അതിലേക്ക് നൽകുന്ന ഒരു 500 രൂപയും കൂട്ടിച്ചേർത്തുകൊണ്ട് 1000 രൂപയുടെ ഭക്ഷണ സാധനമാണ് എല്ലാ മാസവും ആ കുഞ്ഞു മക്കളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അതുകൊണ്ട് മാത്രം അവരുടെ പ്രശ്നം പരിഹരിക്കുന്നില്ല. ആ കുഞ്ഞു മക്കളുടെ ഉമ്മമാർ പല വീടുകളിൽ പോയി പാത്രം കഴുകിയിട്ടാണ് ജീവിക്കുന്നത്. അതിന് പകരം അവർക്ക് മാന്യമായ രീതിയിൽ അവർക്ക് ജീവിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഉമ്മമാർക്കും
ടൈലറിംഗ് പരിശീലനം ഇൻഷാ അല്ലാ നമ്മുടെ ഈ 2ാം നിലേൻ്റെ മദ്രസ നിലയിൽ ഇൻഷാ അല്ലാ സംവിധാനം ഒരുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആ ടൈലറിംഗ് പരിശീലനത്തിലൂടെ അവർ പരിശീലനം നേടി സ്വന്തമായിട്ട് മെഷീൻ കൊടുത്തുകൊണ്ട് അവരെ വീടുകളിൽ വെച്ച് തന്നെ അവർ ടൈലറിംഗ് നടത്തി അവരെ കുഞ്ഞു മക്കൾക്ക് അവർക്ക് പോറ്റാൻ ആവശ്യമായ സംവിധാനം, ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മദ്രസയുടെ 2ാം നില പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരൊക്കെ 100 രൂപ വീതമുള്ള കൂപ്പൺ 500 രൂപയാണ് ഇതിനൊരു സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയത്. 100 രൂപയുടെ കൂപ്പൺ പല വീടുകളിലും പോയിട്ട് പിരിച്ചെടുത്തൊക്കെ കൊണ്ടുവന്ന ഉമ്മമാർ ഈ സദസ്സിലുണ്ട്. അൽഹംദുലില്ലാ. ഞാൻ ആലോചിച്ച് പോവുകയാണ്, നമ്മളെ ഉമ്മമാരൊക്കെ മുമ്പ് ഇതുപോലെ നമ്മൾ ഈ പള്ളിയും മദ്രസൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഇതുപോലെ കൂപ്പൺ കൊടുക്കുകയും യാതൊരു മടിയും കൂടാതെ ഇതിനു വേണ്ടി കലക്ഷൻ നടത്തി ഇവിടെ കൊണ്ടുവരിക ചെയ്തു തന്നത് വളരെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ മരിച്ചാലും മരിക്കാതെയാക്കുന്ന ഒരു വലിയ പ്രവർത്തനം തന്നെയാണ് ഈ പള്ളി മദ്രസ സംവിധാനങ്ങളൊക്കെ. ആ സംവിധാനത്തിന് വേണ്ടി ആര് ഭാഗമൊക്കെയായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൈവിടുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ കുറേ നിസ്കരിച്ച് പഠിച്ചോനെ, കുറേ നോമ്പ് ഒറ്റിടുന്ന് പഠിച്ചോനെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയാനുള്ള വലിയ അടയാളങ്ങളാണ് ഈ മദ്രസ സംവിധാനത്തിനും പള്ളി സംവിധാനത്തിനൊക്കെ വേണ്ടി കലക്ഷനൊക്കെ നടത്തി കൊണ്ടുവന്നതൊക്കെ. തീർച്ചയായിട്ടും ഉമ്മമാരെ, നിങ്ങളെ ആരോഗ്യത്തിൽ, നിങ്ങളെ സമ്പത്തിൽ, നിങ്ങളെ കാര്യത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുക തന്നെ ചെയ്യും. കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ കൂപ്പണ് തന്നപ്പോൾ ഒരു കൂപ്പൺ ബുക്കിൽ 5 ലീഫാണുള്ളതെന്നും അത് 500 രൂപേൻ്റെ ഒരു കൂപ്പൺ ബുക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആരും ബുദ്ധിമുട്ടി ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ആരും പ്രയാസപ്പെട്ട് കൊണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞിട്ടും കൂപ്പൺ ഇവിടെ തികയാതെ പോയി എന്നല്ലാതെ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ യാതൊരു കുറവും ഇല്ലാതായി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അള്ളാഹുവിൻ്റെ ദീനെ സംരക്ഷിക്കാൻ വേണ്ടി അതിനുള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടി നിങ്ങൾ പാവപ്പെട്ട ഉമ്മമാർ എത്രയോ മുമ്പിലാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇനി നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്രസൻ്റെ 2ാം നില കെട്ടിടം, ആ കെട്ടിടം യതീമായ കുട്ടികൾക്ക് ട്യൂഷൻ സംവിധാനത്തിന്, നമ്മളെ പാവപ്പെട്ട കുട്ടികൾക്ക് ട്യൂഷൻ സംവിധാനത്തിന് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുക എന്നതാണ്. കാരണം പല സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലെ ട്യൂഷന് 1000 രൂപയും 1500 രൂപ കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഇൻഷാ അല്ലാ നമ്മുടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്, പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാൻ നമുക്ക് സംവിധാനം ഒരുക്കണം. പിന്നെ രണ്ടാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിധവകളായ സഹോദരിമാർക്ക് ടൈലറിംഗ് പരിശീലനം നടത്തണം. അതുപോലെ തന്നെ നമ്മളെ ഈ PSC കോച്ചിങ് ഗവൺമെൻറ് തസ്തികകളൊക്കെ നമ്മൾ മുസ്ലിം സഹോദരന്മാർ എത്തിച്ചേർന്നത് വളരെ അപൂർവമാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്താത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ PSC കോച്ചിങ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇൻഷാ അല്ലാ ഈ മദ്രസയുടെ 2ാം നില കെട്ടിടത്തിൽ നമ്മൾ ഒരുക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ 10 സെൻറ്റ് സ്ഥലം വാങ്ങിയത് നമ്മൾ എന്തുകൊണ്ട് മുകളിലേക്ക് എടുത്ത് 30 സെൻറ്റ് സ്ഥലം ഭൂമിയാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങളിരുന്ന് പഠിക്കുന്നു, 1ാം നിലയിൽ മദ്രസ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നു, ഇനി 2ാം നിലയിൽ യതീമായ കുട്ടികളും പാവപ്പെട്ട കുട്ടികളും അവരെ ഉമ്മമാരൊക്കെ പഠിക്കുന്നു. ഇങ്ങനെ 30 സെൻറ്റ് ഭൂമിയാണ് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ സത്യത്തിൽ അൽഹംദുലില്ലാ ആക്കിയെടുത്തത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഈ ഒരു സംവിധാനം, 2ാം നിലയിൽ മദ്രസ സംവിധാനം, 2ാം നിലയിലേക്ക് നമ്മൾ ഈ കുട്ടികളുടെ ഈ പ്രോജക്റ്റ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ മുക്കും മൂലയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് പ്രവർത്തന സജ്ജമാവാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുക എന്നതിലപ്പുറം ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു മുക്കും മൂലയും വെറുതെ കെടുക്കാൻ പാടില്ല. കാരണം അത്രയും പാവങ്ങളായ ആൾക്കാരെ സഹായിച്ചുകൊണ്ടാണ് ഈ ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയത് എന്നതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങി, വാർദ്ധക്യകാല പെൻഷൻ വാങ്ങി ജീവിക്കുന്ന സഹോദരിമാർ ഈ സദസ്സിലുണ്ട്. അവർ പോലും അവരുടെ പെൻഷൻ തുകയിലെ വിഹിതം ഇവർക്ക് അന്ന് സ്ഥലം വാങ്ങുമ്പോൾ നമുക്കറിയാം 1610 രൂപയായിരുന്നു ഒരു സ്ക്വയർ ഫീറ്റിൽ നമ്മൾ സ്ഥലം കണക്കാക്കിയിരുന്നത്. ആ 1610 രൂപ ഈ പെൻഷൻ വാങ്ങി ജീവിക്കുന്ന സഹോദരിമാർ പോലും കൊണ്ടുവന്നത് ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ അങ്ങനത്രോളം വളരെ സാധുക്കളായ മനുഷ്യന്മാരുണ്ടാക്കിയ സ്ഥലവും കെട്ടിടവുമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മുക്കും മൂലയും വെറുതെ കെടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ സംവിധാനം ഒരുക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം ഈ സംവിധാനങ്ങളൊക്കെ പലപ്പോഴും നമുക്കറിയാം ഈ PSC കോച്ചിങ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ ഈ ഗവൺമെൻറ് ഓഫീസുകൾ സ്ഥാപനങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്.
ആ പ്രാപ്യതക്കുറവിൻ്റെ കാരണം എന്താണ്? നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിശക്തിയുള്ള, ഓർമ്മശക്തിയുള്ള, കഴിവുള്ള കുട്ടികളൊക്കെ നമ്മുടെ ഈ പള്ളിയുടെ പരിസരത്തും അതുപോലെ തന്നെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഒരു PSC കോച്ചിങ്ങും സംവിധാനമൊക്കെ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഗവൺമെൻറ് തലങ്ങളിലേക്ക് എത്തിക്കാനോ ആവാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതും കൂടി നമ്മൾ ലക്ഷ്യമിടുന്നത്. ഏതായാലും തീർച്ചയായിട്ടും നമ്മുടെ അൻവർ കമാൽ ഉസ്താദ് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ. അദ്ദേഹം നേതൃത്വം നൽകുന്ന സ്ഥാപനം വളരെ മാതൃകാപരമായ സ്ഥാപനമാണ്. സഹോദരിമാരെ, നിങ്ങളെ കുട്ടികളൊക്കെ, എൻ്റെ മകൻ അവിടെ പഠിക്കുന്നുണ്ട്, നല്ല മിടുക്കനായിട്ട് അവൻ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും മക്കൾക്ക് അവിടെ ചാൻസ് ഉണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ഉസ്താദ് നിങ്ങൾക്ക് പ്രഭാഷണത്തിലൂടെ പറഞ്ഞു തരും. നമ്മളെ ദുനിയാവും ആഖിറും അവിടെ പഠിപ്പിച്ച കുട്ടികൾക്ക് നമുക്ക് കിട്ടും. മറ്റേതാകുമ്പോൾ നമ്മളെ മക്കളൊക്കെ നമുക്കറിയാം പല രീതിയിൽ കുട്ടികൾ ലഹരിക്കും മറ്റു പരിപാടിക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ട് കുട്ടികൾ തിരിഞ്ഞു കളയുന്നൊരവസ്ഥ വല്ലാത്ത. ഇപ്പോൾ തന്നെ ഫസ്റ്റ് ഇവിടെ വന്നൊരു സഹോദരി, ആ സഹോദരിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ സഹോദരി പറയുകയാണ്, 20 വയസ്സായി എൻ്റെ മോനക്ക്, ഒന്നിട്ടച്ച് പോയിക്കുകയാണ്, ഗോവയിലേക്കോ എവിടെക്കോ പോയിക്കുകയാണ്, യാതൊരു വിവരമില്ല മാഷേ എന്ന് പറഞ്ഞിട്ട് കരയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു തആല ആ മോനക്ക് നല്ല ബുദ്ധി കൊടുക്കുമാറാവട്ടെ. അങ്ങനത്തെ ഉള്ള കുറേ പ്രയാസങ്ങൾ, സങ്കടങ്ങളുള്ള കുറേ സഹോദരിമാർ ഈ സദസ്സിലുണ്ട്. അതുപോലെ തന്നെ ഒരു സഹോദരിയുടെ മകൾക്ക് ബ്രസ്റ്റിന് ഒരു ചെറിയ മുഴ പ്രയാസം വന്നിട്ട് സങ്കടത്തിലാണ്, ഓപ്പറേഷൻ വേണോ വേണ്ടെന്നുള്ളൊരു സംശയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ മോളുടെ അസുഖം അല്ലാഹു സുബ്ഹാനഹു തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ എത്രയോ പ്രയാസങ്ങൾ, രോഗങ്ങളുള്ള, ബുദ്ധിമുട്ടുകളുള്ള ധാരാളം ആളുകൾ നമ്മുടെ ഈ സദസ്സിൽ വന്ന് ഇരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പരിഹാരം കാണിച്ചു കൊടുക്കുമാറാവട്ടെ. തീർച്ചയായിട്ടും ഇത് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസാണ്. കാരണം ആരൊക്കെ കുറേ പാവപ്പെട്ട സഹോദരിമാർ ആമീൻ്റെ ഫലമാണ് നമ്മുടെ ഈ സ്ഥലവും ഈ കെട്ടിടമൊക്കെ. അല്ലാതെ നമ്മളാരും മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നും ഉണ്ടായതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആരൊക്കെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സഹോദരിമാരോടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം ഇവിടുന്ന് തന്നെ ഉണ്ടാവും. അള്ളാഹു അതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിത്തരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശമ്പളം ഏറ്റെടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഖതീബിൻ്റെ ശമ്പളം ഏറ്റെടുത്ത് അതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഒരു സഹോദരി നമ്മൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ മക്കൾക്കൊക്കെ ബിസിനസ്സിൽ അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. നമ്മൾ ഈ പള്ളി മദ്രസ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സ്ഥിര വരുമാന മാർഗമില്ലാത്തൊരു വിഷമം മാത്രമേ നമുക്കുള്ളൂ. പള്ളിയും മദ്രസയൊക്കെ വിപുലമാക്കിയെങ്കിലും ഇവിടെയുള്ള സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്ക് ഇപ്പോഴും നമ്മൾ ഈ പലരുടെയും പോക്കറ്റ് തപ്പേണ്ടുന്ന ഒരവസ്ഥയിൽ നിലനിൽക്കുകയാണ്. അതിനും കൂടി ഒരു പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഭയങ്കര മനസ്സമാധാനം കിട്ടുകയുള്ളൂ. കാരണം ഓരോ മാസവും 1-ാം തീയതി ആകുമ്പോൾ ശമ്പളം കൊടുക്കണമല്ലോ എന്നുള്ള ആ ബേജാറ് മാറ്റണമെങ്കിൽ കുറച്ച് വാടക സംവിധാനത്തിനുള്ള 2-9 മുറി പീടിക മുറി അതുകൊണ്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തലമുറ ഒരു ബുദ്ധിമുട്ടില്ലാതെ പ്രയാസമില്ലാതെ ഈ സ്ഥാപനം കൊണ്ടുപോകുന്നുള്ളൊരു മനസ്സമാധാനം ഉണ്ടാവും. അപ്പോൾ അതിനും കൂടി ഒരു വഴി തിരിയാൻ വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കാരണം അടുത്ത തലമുറയിൽ ഒരുപക്ഷെ പറയും ഒരു പള്ളിയും വലുതുണ്ടാക്കി മദ്രസും വലുതുണ്ടാക്കി ഒരു വരുമാനം ആരും ചെങ്ങന്മാരൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്ന് വിചാരിച്ച് അവർ നമ്മളെ ശപിക്കുമോ എന്നുള്ളൊരു പേടിയും കൂടി മനസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതും കൂടി ഇൻഷാ അല്ലാഹ് ഈ നല്ലോളോ അരീക്കാടോ മീഞ്ചന്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു 2-3 മുറി പീടിക ആക്കി കൊടുത്തു കഴിഞ്ഞ് ഇമാമിനും മുഅദ്ദിനുള്ള ശമ്പളം ഒരാളെയും കൈ കാട്ടാതെ ഒരാളും കൈ നീട്ടാതെ ഒരാളെ മുമ്പിലും കൈ നീട്ടാതെ ആക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹം കൂടി മനസ്സിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അത് സാധിപ്പിച്ച് തരുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥലം എടുക്കുമ്പോൾ വീട്ടിലുള്ള തൻ്റെ കയ്യിലുള്ള ആകെ ഒരു ചെയിൻ തന്നുകൊണ്ട് ഹദിയ ചെയ്തുകൊണ്ട് ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ഉസ്താദിൻ്റെ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് രാവിലെ 6 മണിക്ക് തന്നെ ഒരുങ്ങുന്നൊരു ഉമ്മ. ആ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു തആല ആ ഉമ്മാൻ്റെ ഖബർ ജീവിതം അല്ലാഹു റാഹത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ എത്രയോ സഹോദരിമാർ അവരുടെ പൊന്നും മിന്നും അവരുടെ കാതും കഴുത്തും തന്നിട്ടാണ് ഈ സ്ഥാപനം ഈ രീതിയിൽ ആയി തീർത്തത്. അല്ലാതെ വലിയൊരു മുതലാളി വന്നെങ്ങാണ്ട് നിങ്ങൾക്ക് ഞാൻ മാസ്റ്ററിൽ ഇവിടെ ഉള്ളത് 19 പള്ളി ഉണ്ടാക്കി തരാമെന്നോ അല്ലെങ്കിൽ മദ്രസ ഉണ്ടാക്കി തരാമെന്നോ പറഞ്ഞിട്ട് വന്നതല്ല. മറിച്ച് പാവപ്പെട്ട ആൾക്കാരുടെ വിയർപ്പിൻ്റെ കണങ്ങളാണ്. ഇവിടുത്തെ ഓരോ മണൽത്തരിയും മണത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ സാധുക്കളുടെ
പാവപ്പെട്ടവരുടെ വിയർപ്പിൻ്റെ കണങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി ആരൊക്കെ വിയർപ്പൊഴുക്കിയിട്ടുണ്ടോ, ആരൊക്കെ സംഭാവന തന്നിട്ടുണ്ടോ അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം ഇരുലോകത്ത് നൽകുമാറാവട്ടെ. ഇവിടെ നേതൃത്വം നൽകുന്ന വീരാംഗങ്ങൾക്കും അതുപോലെ മറ്റു കമ്മിറ്റി ഭാരവാഹികൾക്കും സ്കേസിൻ്റെ പ്രവർത്തകർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ നേതൃത്വം നൽകുന്ന ഇമാം ഉസ്താദ്, അതുപോലെ ഉമർ ഉസ്താദ്, അമീൻ ഉസ്താദ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അള്ളാഹു ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ നേതൃത്വം നൽകുന്ന 11 വർഷമായി ഇവിടെ ഖുർആൻ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് ഉസ്താദ് മുബശ്ശിർ അസ്ലമിയാണ്. വളരെ വാക്ചാരുത കൊണ്ടും പ്രവർത്തനം കൊണ്ടും വളരെ മികവ് പുലർത്തുന്ന അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാവുന്ന അന്നൂർ കമാലി ഉസ്താദ് എൻ്റെ മകൻ്റെ ഗുരുനാഥനും കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ ദാരിമി ഉസ്താദിനെ ഈ മഹത്തായ ചടങ്ങ് ലളിതവും എന്നാൽ ഏറ്റവും മഹത്വമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദ് അൻവർ ഖമാലി അവറുകളെ, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ബീരാൻക മുസ്തഫ മാഷ് അവറുകളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലും അവൻ്റെ പൊരുത്തപ്പെട്ടൊരു അമലായി നമ്മിൽ ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതിൽ വന്ന പോരായ്മകളൊക്കെ അല്ലാഹു തആല പരിഹരിച്ചു നൽകട്ടെ. പ്രിയമുള്ളവരെ, സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. കുറേ സമയമായി, 9:45. അപ്പോൾ നമ്മൾ ഉസ്താദിന് സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, വർഷം തോറും അതിവിപുലമായി എല്ലാ റമളാനിലും നമ്മൾ നടത്തുന്ന ഈ ഖുർആൻ ക്ലാസ് അല്ലാഹു തആല അത് വിജയിപ്പിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമായ ഒന്നാണ് അവനെ അനുസരിക്കുക എന്നുള്ളത്. എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിൻ്റെ നിർബന്ധമായ ഒരു കടമയാണ്. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നടത്തത്തിൽ, ഇരുത്തത്തിൽ എല്ലാം തന്നെ അള്ളാഹുവിന് പൊരുത്തമുള്ള രീതിയിൽ, അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. 5 നേര നിസ്കാരങ്ങളിലും നമ്മൾ വജ്ജഹത്ത് ഓതുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർച്ചയായും എൻ്റെ നിസ്കാരം, എൻ്റെ ഇബാദത്തുകൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണം, മറ്റു ആരാധനാക്രമങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ റാഹത്തോടുകൂടെ ഈമാൻ സലാമത്തായി ഇവിടുന്ന് വിട പറഞ്ഞു പോകണം. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും അള്ളാഹുവിൻ്റെ ഒരു തൃപ്തി, അള്ളാഹുവിൻ്റെ ഒരു പൊരുത്തം നാം കരസ്ഥമാക്കണം. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. അല്ലാഹു തആല ഈ മഹത്തായ സംഗമം അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന മഹത്തായ തിരുവാക്യത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي.
بسم الله العظيم قدرة والشان شديد البطش والبرهان حافل الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون قال الله عز وجل وقال نبينا محمد صلى الله عليه وسلم إن أعظم الجزاء مع أعظم البلاء وإن الله إذا أحب قوما ابتلاهم فمن رضي فله الرضا ومن سخط فله السخط قال رسول الله അല്ലാഹയെ മാത്രം കൊള്ളേടോ ബാക്കി എല്ലാതും റോട്ടിൽ തള്ളേടോ അല്ലാഹയില്ലെങ്കിലൊന്നുമില്ലെന്ന ഹക്കും നീയുമാറിയേടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ പാമ്പിനെ ഭയക്കുന്ന കോലത്തിൽ റബ്ബിനെ ഭയക്കേണ്ടടോ ഉപ്പയെ പ്രിയം വെക്കും രൂപത്തിൽ റബ്ബിനെ പ്രിയം വെക്കടോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും ആദരണീയരായ ഈ ദീനീ സംവിധാനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രിയങ്കരനായ മുസ്തഫ മാസ്റ്റർ അവറുകളെ, അഭിവന്ദരായ ഉമർ മുസ്ലിയാർ, പ്രിയപ്പെട്ട വീരാൻക, ദാരിമി ഉസ്താദ്, മറ്റു സഹോദരന്മാരെ, ഈ മഹത്തായ അറിവിൻ്റെ സദസ്സിലേക്ക് പറന്നെത്തിയ സ്നേഹനിധികളായ ഉമ്മമാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ മഹത്തായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ അനുഗ്രഹങ്ങളുടെ ആരാമമായ സ്വർഗീയ പറുദീസയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി നമുക്ക് അനുഗ്രഹം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാൻ്റെ മറ്റൊരു മഹത്തായ ഏടുകൂടി അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിച്ചു. ആ വിശുദ്ധ റമളാനിലെ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ 3/4 പങ്കും കഴിഞ്ഞു പോയി എന്ന് പറയാൻ പറ്റും വിധം അതിൻ്റെ അവസാന യാമങ്ങളിലേക്ക് റമളാൻ എത്തിയിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമളാൻ മാസം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കേദാരമായി വർഷിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലവും വസന്തങ്ങളുടെ വിളവെടുപ്പ് കാലവുമായ വിശുദ്ധ റമളാൻ ഒരു വിശ്വാസിക്ക് ആഗതമായാൽ അവൻ സന്തോഷവാനാണ്. ബാക്കിയുള്ള 11 മാസത്തെ കർമ്മങ്ങളിലെ പ്രയാസങ്ങളെപ്പോലും കഴുകിക്കളയാൻ
ഈ വിശുദ്ധ മാസത്തിൻ്റെ പ്രതിഫലം നിറഞ്ഞ അന്തരീക്ഷങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ റമദാൻ വരുമ്പോൾ വിശ്വാസി അതിന് ഒരുങ്ങി തയ്യാറായി വരികയാണ്. മദീന പള്ളിയുടെ മിഹ്റാബിൻ്റെ മുമ്പിൽ മിമ്പറിൻ്റെ മുകളിൽ കയറി നിന്ന് മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 തവണ ആമീൻ പറഞ്ഞ ഒരു രംഗമുണ്ട്. ഖുതുബ കഴിഞ്ഞിറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് അങ്ങ് സാധാരണക്ക് വിപരീതമായി 3 തവണ ആമീൻ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി ധാരാളം റമദാൻ ക്ലാസ്സുകളെ അതിജീവിച്ച റമദാൻ ക്ലാസ്സുകളിൽ പങ്കാളികളായ നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന വാചകങ്ങൾ തന്നെയാണ്. 3 പ്രാർത്ഥനകൾ നടത്തി മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ആ 3 പ്രാർത്ഥനകൾക്കും ഞാൻ ആമീൻ പറഞ്ഞതാണ്. അതിലൊരു പ്രാർത്ഥന വിശുദ്ധമായ റമദാൻ ഒരാൾക്ക് സമാഗതമായി അവൻ്റെ പാപങ്ങളെ പൊറുപ്പിക്കാൻ സാധ്യമായില്ല എങ്കിൽ അബ്അദഹുല്ലാഹു മിൻ നിഅമതിഹി, അവൻ്റെ നിഅമത്തുകളെ തൊട്ട് അള്ളാഹു വിദൂരമാക്കട്ടെ എന്ന് ദുആ ചെയ്തപ്പോൾ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് ആമീൻ പറഞ്ഞുവെന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ, വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ മാസം ഒരു വിശ്വാസിക്ക് സമാഗതമായാൽ ഈ മാസം അവൻ്റെ പാപങ്ങളെ പൊറുപ്പിക്കാൻ സാധ്യമാകുന്ന മാസങ്ങളാവണം, അതിന് സാധ്യമാകുന്ന ദിവസങ്ങളാവണം. അള്ളാഹു നമ്മെ ഈ വിശുദ്ധ മാസം കൊണ്ട് പാപം പൊറുപ്പിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഈ വിശുദ്ധമായ മാസം ജീവിതത്തിൽ അനുഗ്രഹമായി വന്ന് ഈ മാസം കൊണ്ട് സ്വർഗപ്രവേശം ഉറപ്പ് ലഭിക്കുന്ന അവൻ്റെ മുത്തഖീങ്ങളായ അടിയാളുകളിൽ അള്ളാഹു നമുക്ക് സ്ഥാനം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, ഈ നല്ലളം തോട്ടുങ്ങൽ പള്ളിയിൽ ഇവിടെ മദ്രസ അങ്കണത്തിൽ വന്നുകൊണ്ട് ഒരു ക്ലാസ് എടുക്കാൻ ഇവിടെ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഞാൻ ഹൃദ്യമായ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇത് ഇത്രമേൽ മനോഹരമായിരുന്നു എന്ന് മനസ്സിലായത്. മുസ്തഫ മാഷ് പലപ്പോഴും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ അതിൻ്റെ വിശാലമായ പ്ലാനിങ്ങുകളും പദ്ധതികളുമെല്ലാം കണ്ടതിനപ്പുറം കേട്ടതിനപ്പുറമാണ് കാണുമ്പോൾ ലഭിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളെ മനസ്സിലാക്കുവാൻ സാധിച്ചത് നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ മുഴുവൻ ദീനി സംരംഭങ്ങളെയും സ്വീകരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രമകരമായ ഉദ്യമമാണ് ഇവിടെ നടന്നത്. മുസ്തഫ മാഷ് പറയണ്ടായി, ഒരു 8 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ രാമനാട്ടുകര ടൗൺ പള്ളിയിലെ ഖത്തീബായി വരുന്നത്. ആ ഒരു വർഷം അവിടെ രാമനാട്ടുകര ടൗൺ പള്ളിയിൽ ഖത്തീബായി ജോലി ചെയ്യുമ്പോൾ, സേവനം ചെയ്യുമ്പോൾ, ഒരു ദിവസം ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് കടന്നു വന്നു. അത് നമ്മുടെ പ്രിയങ്കരനായ മുസ്തഫ മാഷായിരുന്നു. വിനാക്കി കണ്ടാൽ വന്നല്ലേ, ഒരു കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത്, സത്യത്തിൽ നമ്മൾ അങ്ങനെയാണ് ഒരു വിചാരിക്കുകയും ചെയ്യുക, കാരണം പള്ളിയിൽ ഒരു പിരിവിന് വേണ്ടി വന്നിരിക്കുന്നു. അത് മുസ്തഫ മാഷ് എനിക്ക് നേരത്തെ അറിയൂല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് സാധാരണ ഇങ്ങനത്തെ പിരിവിന് വരാറുള്ളത് കണ്ണിന് കാഴ്ചയില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് വന്നതായിരിക്കുമെന്നാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പിന്നെ ആ വിഷയം എന്നോട് നേരിട്ട് പറഞ്ഞു. ഞാൻ എൻ്റെ വിഷയം പറയാനല്ല, മറിച്ച് എൻ്റെ നാട്ടിൽ മദ്രസയുടെ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ്, അതിൻ്റെ സ്ഥലം നിർമ്മാണത്തിന് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് വന്നത് എന്ന് പറയണ്ടായി. അൽഹംദുലില്ലാ, അന്ന് അവിടെ നിന്ന് നല്ലൊരു സംഖ്യ പിരിച്ചു കൊടുക്കാൻ സാധിച്ചുവെന്നാണ് എൻ്റെ വിശ്വാസം. ശേഷം പിന്നീട് അന്ന് ഞങ്ങളെ കോളേജിലും വന്ന് വലിയ കുട്ടികൾക്ക് മുസ്തഫ മാഷ് അന്നോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ചയോ ആയിട്ട് ഒരു ക്ലാസ് എടുക്കുകയും ചെയ്തിരുന്നു. അൽഹംദുലില്ലാ, പിന്നീട് മുസ്തഫ മാഷുമായി വളരെ ഹൃദ്യമായ ബന്ധം സ്ഥാപിക്കാനായി.
മുസ്തഫ മാഷുടെ മകൻ ആരിഫ് ഞങ്ങളുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയായി. സാന്ദർഭികമായി ആ വിഷയം ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഈ കാലത്ത് നമ്മുടെ മക്കളെയൊക്കെ ദീനീ വിദ്യാഭ്യാസ രംഗത്തേക്ക് ആകർഷിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. നേരത്തെ മാഷ് പറഞ്ഞതുപോലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ തരണം ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അവർക്ക് ഏറ്റവും വലിയ സമ്പത്ത് ഏതാണെന്ന് ചോദിച്ചാൽ, നിങ്ങളോട് ഞാൻ ഏറ്റവും വലിയ നിങ്ങളുടെ സമ്പത്ത് ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചോ ബിൽഡിങ്ങുകളെ കുറിച്ചോ ഒന്നും ഒരാളും പറയില്ല. ഒന്നാമതായി പറയാനുണ്ടാവുക എൻ്റെ അമൂല്യമായ സമ്പത്ത് എൻ്റെ മകനാണ് എന്നുള്ളതാണ്. നമ്മുടെ മക്കളെ ദീനി ചുറ്റുപാടിൽ വളർത്താൻ കഴിയുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ കാലഘട്ടത്തിലെ ഒരു വെല്ലുവിളിയുമാണത് എന്ന് ഉമ്മമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നല്ലളം പ്രദേശം എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിലേക്ക് ധാരാളം വിദ്യാർത്ഥികളെ എത്താറുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോഴും 3-4 വിദ്യാർത്ഥികൾ ഈ പ്രദേശത്തു നിന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മഹത്തായ കലാലയം 7ാം ക്ലാസ് സ്കൂൾ കഴിഞ്ഞ മക്കൾക്ക് നിങ്ങളുടെ മക്കൾ ഈ വർഷം 7ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയെങ്കിൽ നിലവിലവിടെ അപേക്ഷയുടെ സമയമാണ്. ഈ വർഷം നിങ്ങളുടെ കുട്ടികളെ ഇപ്പോൾ അവിടെ വന്ന് അപേക്ഷിച്ചാൽ അവർക്കൊരു പരീക്ഷ എഴുതി പാസ്സായി അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ 8 വർഷം കൊണ്ട് അവർക്ക് വളരെ മനോഹരമായ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസം നൽകി 8 വർഷം കൊണ്ട് SLCയും +2വും ഡിഗ്രിയും, അതിനുശേഷം 2 വർഷം പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ പോയി ഫൈലി ബിരുദം നേടുകയും അതോടൊപ്പം PGയും പൂർത്തിയാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ കരിക്കുലമാണ് നമ്മുടെ സ്ഥാപനം അവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതവിടെ നിന്ന് മാത്രമല്ല, 5ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ദാറുൽ ഹുദയുടെ സംവിധാനങ്ങളുണ്ട്. 7ാം ക്ലാസ്സും 10ാം ക്ലാസ്സും കഴിഞ്ഞ കുട്ടികൾക്ക് സമസ്തയുടെ സനായിയ സംവിധാനങ്ങളുണ്ട്. ഏതെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണമെന്ന് ആമുഖമായി ഞാൻ പറയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ മാഷർ മകൻ മുസ്തഫ മാഷർ മോനൊക്കെ നന്നായി അവിടെ പഠിച്ച് ഞങ്ങളുടെ ഓരോ വർഷവും പരീക്ഷകൾ കഴിയുമ്പോൾ ഞങ്ങളുടെ അഭിമാനമായി കിതാബിൻ്റെ വിഷയങ്ങൾ, കിതാബിന് ഭൗതികത്തേക്കാൾ പ്രാധാന്യം മതരംഗത്ത് കൊടുക്കുമ്പോഴും കഴിഞ്ഞ വർഷങ്ങളിലെ SLC എക്സാമുകളിലൊക്കെ മുഴുവൻ വിഷയങ്ങളിലും A+ ഒക്കെ നേടി ആരിഫിനെ പോലുള്ള വളരെ പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ ആ സ്ഥാപനത്തിൻ്റെ സന്തതികളായി ഞങ്ങൾക്കുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വർഷവും നല്ലടത്തു നിന്ന് കുറച്ച് കുട്ടികൾ അവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ അതിൻ്റെ ഒരു ബ്രൗഷർ ഇവിടെ ഞാൻ നാളെ ഇവിടുത്തെ കുട്ടികളുടെ വശം കൊടുത്ത് നാളത്തെ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കും. അത് ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി നേരെടുക്കാൻ മറന്നുപോയതാണ്. ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വളരെ സാന്ദർഭികമായ കാലികമായ ഒരു വിഷയമാണ് ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യുവാനുള്ളത്. പരീക്ഷണങ്ങളിൽ പതറാതെ അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ തളരാതെ എന്നുള്ള വളരെ മനോഹരമായൊരു വിഷയം. ഞാനും നിങ്ങളും ജീവിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിൻ്റെ തഹ്തിലാണ്. ഈ ലോകത്തിൻ്റെ ഒരു കോണിൽ ഒരു ചെറിയ ഭാഗത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്കതിൻ്റെ അല്പം പോലും കാണാനോ ആസ്വദിക്കാനോ സാധിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ തഹ്തിലാണ് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും കൃത്യമായ ബോധ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളായ നമ്മൾ, അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചു പരിപാലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതു കാര്യങ്ങളും ചെയ്യുവാനുള്ള അവകാശവും അള്ളാഹുവിനാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയായി നിങ്ങളുടെ ഉടമസ്ഥാവകാശത്തിൽ ഒരു സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സ്ഥലം, അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ, അവിടെ തെങ്ങ് നട്ടുപിടിപ്പിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, അവിടെ തെങ്ങ് നടേണ്ട വേറെ എന്തെങ്കിലും കൃഷി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയും, അതെൻ്റെ സ്ഥലമാണ്, അവിടെ എന്ത് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുക എന്ന്. സ്വാഭാവികമാണ്. കാരണം ആ സ്ഥലത്തിൻ്റെ അധികാരമുള്ളത് നിങ്ങൾക്കാണ്. അല്ലെങ്കിൽ എൻ്റെ വസ്തുവാണെങ്കിൽ അതിൻ്റെ അധികാരമുള്ളത് എനിക്കാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധികാരമെന്ന് പറയുന്നത്
നശ്വരമാണ്. ഇമ്രാനു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 60-ൻ്റെയും 70-ൻ്റെയും ഇടയിൽ ശരാശരി ആയുസ്സുള്ള നമ്മൾ ഞാനും നിങ്ങളും മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് പിന്നെ നമുക്ക് അധികാരമില്ല. പിന്നെ ആ സ്ഥലത്തിന് പറയുന്ന പേര് എന്താണ്? അത് അനന്തര സ്വത്താണ്, അല്ലെങ്കിൽ അത് മയ്യത്തിൻ്റെ അനന്തരമാണ്. അത് പിന്നെ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ അനന്തരാവകാശികൾ അവരുടെ പേരിലേക്ക് ചേർത്തി പറയുന്ന ഒരു സ്വത്ത് മാത്രമാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സ്വത്ത്, അതിൻ്റെ അധികാരം നശ്വരമാണെന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ സൃഷ്ടിയും അള്ളാഹുവിൻ്റെ സ്വത്തും അധികാരവും നശ്വരമല്ല. അള്ളാഹുവിൻ്റെ അധികാരം എന്നും നിലനിൽക്കുന്നതാണ്. അതിന് തുടക്കവുമില്ല ഒടുക്കവുമില്ല എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം എല്ലാതിൻ്റെയും അധികാരമുള്ള അള്ളാഹു അവൻ്റെ സൃഷ്ടിജാലങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുദ്ദേശിച്ചാൽ അത് ചെയ്യുവാൻ അള്ളാഹുവിന് ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, സുബ്ഹാനല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബ്ഹാനല്ലദീ, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ബിയദിഹിൽ മുൽക്കു, അവൻ്റെ കരങ്ങളിൽ എത്ര അധികാരമുള്ളത്, അവൻ്റെ കരങ്ങളിൽ എത്ര അധികാരമുള്ളത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങളുടെയും മേൽ കേൾപ്പിറ്റവനാണെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ സാധാരണ പാരായണം ചെയ്യുന്ന സൂറത്ത് യാസീനിലെ ആയത്താണത്. അതിനോട് സമാനമായ മറ്റൊരായത്ത് കാണാം, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എത്ര മുബാറക്കാണ്, അവൻ്റെ കരങ്ങളിലാണ് അധികാരമുള്ളത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് പറയുന്നു, എൻ്റെ കരങ്ങളിലാണ് അധികാരമുള്ളതെന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മിലെന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള സമ്പൂർണമായ അധികാരം അള്ളാഹുവിനുണ്ട്. അത് ചോദ്യം ചെയ്യാൻ നമുക്കൊട്ട് അവകാശവുമില്ല. ഖുർആൻ തന്നെ പറയുന്നു, ലാ യസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ലാ യസ്അലു, ഒരാളും തന്നെ ചോദിക്കുകയില്ല, അമ്മാ യഫ്അലു, എന്താണ് അള്ളാഹു ചെയ്തതെന്ന്, എന്തിനാണ് ചെയ്തതെന്ന് ഒരാളും ചോദിക്കൂല. മറിച്ച് വഹും യുസ്അലൂൻ, എൻ്റെ ഉമ്മമാരെ, നമ്മളാണ് ചോദിക്കപ്പെടുക. അള്ളാഹുവേ, നീ എന്തിനാണ് എനിക്ക് ഇന്നാലിന് അസുഖം തന്നത്, എന്തിനാണ് നീ എന്നെ പ്രയാസപ്പെടുത്തിയത്, എന്തിനാണ് നീ എന്നെ ബുദ്ധിമുട്ടിച്ചത്, എന്തിനാ നീ എന്നെ പടച്ചത്, എന്തിനാ നീ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. പറിച്ച് നമ്മോട് ചോദിക്കപ്പെടും. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നാളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് മഹ്ശറിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ചോദ്യം വരുമ്പോൾ നമ്മുടെ വായകൾക്കും നാവിനും സീല് വെക്കുന്ന ഒരു സമയത്ത് തുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും, അവൻ്റെ കൈകാലുകൾ വരെ സംസാരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു രംഗമുണ്ട്. ചോദിക്കപ്പെടുന്നവർ നമ്മളാണ്. ചോദിക്കപ്പെടുന്നവൻ അള്ളാഹുവല്ല. അള്ളാഹുവിൻ്റെ കുദ്റത്തിൻ്റെ തഹ്തിൽ ജീവിക്കുന്ന നമ്മളോടാണ് അള്ളാഹുവിൻ്റെ ചോദ്യശരങ്ങൾ ഉണ്ടാകുന്നത്. ഫഅാലുൽ ലിമാ യുരീദ്, അള്ളാഹുവാണെങ്കിൽ ഫഅാലുൽ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹു എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹുവിനാണ്. എന്നാൽ ആ കാര്യങ്ങൾ, അതിനെ കൃത്യമായി നമുക്ക് അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരാം. സന്തോഷവും സന്താപവും സങ്കടവും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മനുഷ്യന് കടന്നു വരാം. അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഒരു കരുത്താണ് ഈമാനുള്ള വിശ്വാസിക്കുണ്ടാവേണ്ടത്. അള്ളാഹു നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ കാതലതാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബുദ്ധിമുട്ടെങ്കിലും പറയാത്ത ഒരാളും ഉണ്ടാവില്ല. ഏതെങ്കിലും നിനക്കുള്ള പ്രയാസമുണ്ടാകും. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് തന്നെ അതിനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ.
അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് ഹയാത്ത വൽ മമാത്ത, ജീവിതത്തെയും മരണത്തെയും അള്ളാഹു പടച്ചത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങൾ ആരാണ് നന്നായി അമൽ ചെയ്യുന്നതറിയാൻ, ആരാണ് നന്നായി ഇബാദത്ത് ചെയ്യുന്നതറിയാൻ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് വിളിച്ചു പറയുകയാണ്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു അസീസാണ്. അപ്പോൾ അള്ളാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഈ കാര്യം പലപ്പോഴായി പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് തന്നെ നമ്മെ പരീക്ഷിക്കുമെന്ന ഉറപ്പോടു കൂടിയാണ്. അതുകൊണ്ട് നല്ലത് തോട്ടുങ്ങലപ്പൽ മദ്രസയുടെ ഈ പരിസരത്ത് വന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രയാസമില്ലെന്ന് പറയുന്ന ആരുമുണ്ടാവുകയില്ല. എല്ലാവർക്കും എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാവും. സാമ്പത്തികമായി അങ്ങേയറ്റം സമ്പന്നനായ ആളാണെങ്കിൽ ആരോഗ്യപരമായിട്ടൊരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാകും. നല്ലോണം പൈസ ഉണ്ട് കയ്യിൽ നല്ലോണം ക്യാഷ് ഉണ്ട്, പക്ഷേ ആരോഗ്യപരമായി പ്രയാസത്തിലാണ്. അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരിക്കും, പക്ഷെ സാമ്പത്തികമായിട്ട് കാൽ ക്യാഷിന് വില ഉണ്ടാവില്ല, കടങ്ങളായിരിക്കും, പ്രയാസമായിരിക്കും. അള്ളാഹു പ്രയാസങ്ങളൊക്കെ വീട്ടിത്തരട്ടെ, പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരട്ടെ. ഇനി ചിലപ്പോൾ ക്യാഷും ഉണ്ടാകും, ആരോഗ്യം ഉണ്ടാവും, പക്ഷെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, രോഗങ്ങളുണ്ടാവും, പ്രയാസങ്ങൾ. ഇങ്ങനെ ഏതെങ്കിലും നിലക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാകും. ഇതെൻ്റെ റബ്ബ് നൽകിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കാൻ വിശ്വാസിക്ക് കഴിയണം. നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹുവേ നിൻ്റെ പരീക്ഷണങ്ങൾ താങ്ങാനുള്ള ശക്തി ഞങ്ങൾക്കില്ല, പരീക്ഷണങ്ങളെ കൊണ്ട് ഞങ്ങളെ വലക്കല്ലേ അല്ലാ എന്ന് ദുആ ചെയ്യാം. പക്ഷേ അല്ലാഹുവിൻ്റെ ഒരു പരീക്ഷണം വന്നാൽ അതിനെ കുറ്റം പറയുകയോ അതിനെ ശപിക്കുകയോ ചെയ്യുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാനേ പാടില്ല. ഉബ്തുലിയന്നാസു ബിഖദ്രി ഈമാനിഹി, അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ജനങ്ങൾ പരീക്ഷിക്കപ്പെടും എങ്ങനെ? ബിഖദ്രി ഈമാനിഹി, അവൻ്റെ ഈമാൻ്റെ ഖദറനുസരിച്ച് കൊണ്ടാണ് പരീക്ഷിക്കപ്പെടുക. ഇദസ്തദ്ദ ഈമാനുഹു ഇദാ സഖുലത് ഈമാനുഹു ഇസ്തദ്ദ ബലാഉ വമൻ ലഉഫ ദീനുഹു ലഉഫ ബലാഉഹു ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു മുഅ്മിൻ അവൻ്റെ ഈമാൻ ശക്തമായി കഴിഞ്ഞാൽ പരീക്ഷണങ്ങളും ശക്തമാകും, ഈമാൻ ദുർബലമായാൽ പരീക്ഷണങ്ങളും ദുർബലമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് വിളിച്ചു പറയുമ്പോൾ, എൻ്റെ ഉമ്മമാരെ, അള്ളാഹുവിൻ്റെ പരീക്ഷണം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാനുള്ളവന് പരീക്ഷണം കൂടുമെന്നാണ്. ചിലപ്പോഴെങ്കിലും നമുക്ക് സംശയം തോന്നാം, ഞാൻ നന്നായി നിസ്കരിക്കുന്നവനാണ്, ഞാൻ നന്നായി നോമ്പെടുക്കുന്നവനാണ്, ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്, തസ്ബീഹും തഹ്ലീലുമൊക്കെ നിതാന്തമായി ചൊല്ലുന്നവരാണ്, എപ്പോഴും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാണ്, സ്വതഖ ചെയ്യുന്നവനാണ്. പക്ഷെ എന്നാലെന്നും പ്രയാസമാണ്. എന്തൊക്കെ നന്മ ചെയ്താലും പടച്ചോനെ എന്നും എൻ്റെ പരീക്ഷണങ്ങളാണ്. എന്നാൽ അയൽപക്കത്താളുണ്ടാകും, അയൽപക്കത്താൾ ഒരു പക്ഷേ മുസ്ലിം പോലും ആവില്ല, അല്ലെങ്കിൽ നമ്മളെപ്പോലെ അമലുണ്ടാവില്ല, സ്വതഖ കുറവായിരിക്കും, ഖുർആൻ ഒന്നുണ്ടായിരിക്കില്ല, തസ്ബീഹും തഹ്ലീലുമൊക്കെ കുറവായിരിക്കും. പക്ഷെ കയ്യിൽ സദാസമയം തസ്ബീഹുമാലയും പിടിച്ച് നടക്കുന്ന എനിക്ക് പരീക്ഷണം, അവന് വളരെ ജോളിയായ ജീവിതം എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നാം. അവൻ്റെ ലൈഫ് വളരെ എൻ്റർടൈൻ ആണല്ലോ, അവനൊരു പ്രശ്നമില്ല, അവനൊരു പ്രയാസമില്ല. അള്ളാഹുവേ നിന്നെ പേടിച്ച് ജീവിക്കുന്ന എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ പരീക്ഷണം എന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നാം. അതിൻ്റെ ഉത്തരമാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഇദാ സഖുലത് ദീനുഹു ഇസ്തദ്ദ ബലാഉഹു, അവൻ്റെ ദീൻ ശക്തമായി കഴിഞ്ഞാൽ പരീക്ഷണവും ശക്തമാകും, ദീന് ശക്തമായാൽ പരീക്ഷണവും ശക്തമാകും. വഇദാ സഖുല ദീനുഹു വഇദാ ലഉഫ ദീനുഹു ലഉഫ ബലാഉഹു ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു ആശങ്ക നമുക്കുണ്ടാവേണ്ട. നമുക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ അത് അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയതാണെന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കണം. പ്രയാസം തരല്ലേ അള്ളാഹ് എന്ന് ദുആ ചെയ്യാം. പക്ഷെ ഒരു അസുഖമുണ്ടായി കഴിഞ്ഞാൽ ഇന്നഅളമൽ ജസാഇ മഅളമിൽ ബലാ, അള്ളാഹുവിൻ്റെ ഏറ്റവും വണ്ണമേറിയ പ്രതിഫലം
ഏറ്റവും വലിയ പരീക്ഷണത്തിൻ്റെ കൂടെയായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും വണ്ണമേറിയ പ്രതിഫലം ഉണ്ടാവുക ഏറ്റവും വണ്ണമേറിയ പരീക്ഷണങ്ങളുടെ കൂടെയാണ്. നന്നായി പരീക്ഷിക്കപ്പെട്ട ആൾക്ക് നന്നായി പ്രതിഫലമുണ്ടാകും. മാത്രമല്ല അല്ലാഹു ഇദാ അഹബ്ബ ഖൗമൻ, ഒരു ഖൗമിനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും, അവരെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് അസുഖം വന്നാലും പ്രയാസം വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും അല്ലാഹുവേ അത് നീ തന്നത് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിയിട്ട് ക്ഷമിക്കാൻ കഴിയണം, നീങ്ങിപ്പോകാൻ ദുആ ചെയ്യാം. പക്ഷേ അല്ലാഹു എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നെന്താ, എനിക്ക് മാത്രം ഇങ്ങനെ ബുദ്ധിമുട്ടെന്താ, എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ശപിക്കുകയും പ്രാകുകയും ചെയ്യുന്നൊരവസ്ഥ മുഅ്മിനീങ്ങളെ നമുക്കുണ്ടാവാൻ പാടില്ല. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട അനുയായികൾപ്പെട്ട ഒരു മഹതിയായിരുന്നു ഉമ്മു സ്വായിബ് റളിയല്ലാഹു അൻഹാ. ഉമ്മു സ്വായിബ് റളിയല്ലാഹു അൻഹ സഹോദരിമാർ ശ്രദ്ധിച്ചു കേൾക്കണേ. ഉമ്മു സ്വായിബ് റളിയല്ലാഹു അൻഹയ്ക്ക് ഒരിക്കൽ പനി പിടിപെട്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ അരികിലൂടെ നടന്നുപോയി. ഈ സമയത്ത് ഉമ്മു സ്വായിബ് റളിയല്ലാഹു അൻഹ ഇങ്ങനെ എന്തൊക്കെയോ പിറുപിറുത്തു കൊണ്ടിരിക്കുന്നു. വഹിയ തുറഫ്റഫു, അവരിങ്ങനെ പിറുപിറുത്തു കൊണ്ടിരിക്കുന്നുണ്ട്, എന്തോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, വബിമ തുറഫ്റഫീൻ, എന്തിനാണ് ഉമ്മു സ്വായിബേ നീ ഇങ്ങനെ പിറുപിറുത്തു കൊണ്ടിരിക്കുന്നത്, എന്താ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിൻ്റെ റസൂലിനോട് ഉമ്മു സ്വായിബ് റളിയല്ലാഹു അൻഹാ പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ് അൽ ഹുമ്മ യാ റസൂലല്ലാഹ് ലാ ബാറകല്ലാഹു ഫീ, അൽ ഹുമ്മ യാ റസൂലല്ലാഹ് ലാ ബാറകല്ലാഹു ഫീഹാ. അല്ലാഹുവിൻ്റെ റസൂലെ, ഒരു ബർക്കത്തുമില്ലാത്ത പനി, ഒരു ബർക്കത്തുമില്ലാത്ത പനി വന്നിട്ടുണ്ട്. അൽ ഹുമ്മ യാ റസൂലല്ലാഹ് ലാ ബാറകല്ലാഹു ഫീഹാ. നമ്മളും പറയാറില്ലേ അങ്ങനെ പനി വരുമ്പോൾ, അസുഖം വരുമ്പോൾ എന്ത് പനിയാണത്? ഒരെടങ്ങേറ് പിടിച്ച പനി, ഒരൊലക്കമല പനി. എന്താണ് എനിക്കൊരു ഷാബ്, എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ എടങ്ങേറ് എന്നാൽ എന്ന് നമ്മളും പറയാറില്ലേ? ഉമ്മു സ്വായിബ് പറഞ്ഞു, അൽ ഹുമ്മ യാ റസൂലല്ലാഹ് ലാ ബാറകല്ലാഹു ഫീഹാ. അല്ലാഹുവിൻ്റെ നബിയെ, ഒരു ബർക്കത്തുമില്ലാത്ത പനിയാണ് വന്നിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഉമ്മു സ്വായിബേ ലാ തസുബിൽ ഹുമ്മ, ലാ തസുബിൽ ഹുമ്മ, പനിയെ നീ ചീത്ത പറയരുത് ഉമ്മു സ്വായിബേ, പനിയെ കുറ്റം പറയരുത് കേട്ടോ, പനിയെ നീ കുറ്റം പറയരുത്. ഫഇന്നഹാ തുദ്ഹിബു ഖതായ ബനി ആദം, ആ ഫഇന്നഹാ തുദ്ഹിബു ഖതായ ബനി ആദം, അത് ആദം സന്തതികളുടെ പാപങ്ങളെ പൊറുപ്പിക്കുമെന്ന് മാത്രമല്ല, ഏതുപോലെ കമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദ്, ഇരുമ്പിൻ്റെ കറ നീക്കാൻ ഉലയിലിട്ടിങ്ങനെ അതിങ്ങനെ കൂടുതൽ മൂർച്ച കൂട്ടുമ്പോൾ ഇരുമ്പിലെ കറ നീങ്ങിപ്പോകുന്നത് പോലെ പനി മനുഷ്യന്റെ പാപങ്ങളെ പൊറുപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാ ഉമ്മു സാഹിബിനോട് പറഞ്ഞത്, ഉമ്മു സാഹിബേ ലാ തസുബിൽ ഹുമ്മ, പനിയെ ചീത്ത പറയരുത് കേട്ടോ, പനി പാപങ്ങൾ പൊറുപ്പിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പനി പാപങ്ങളെ പൊറുപ്പിക്കുമെങ്കിൽ നമ്മുടെ അസുഖങ്ങളൊക്കെ പാപങ്ങളെ പൊറുപ്പിക്കാൻ കാരണമാകും. നമുക്ക് വരുന്ന പ്രയാസങ്ങൾ നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കാനും നമ്മുടെ അദാബുകളെ ഉയർത്തിക്കളയാനും സാധ്യമാകുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇന്നത്തെ ക്ലാസിൻ്റെ ഒരു സന്ദേശമായി നമ്മളിത് മനസ്സിലാക്കുക. അദാബ് വരുമ്പോഴും പ്രയാസം വരുമ്പോഴും എടങ്ങേറ് വരുമ്പോഴും ഇതെൻ്റെ റബ്ബ് തന്നതാണ്, ഇതെൻ്റെ റബ്ബ് തന്നതാണ് എന്ന് മനസ്സിലാക്കുക. അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണം, അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കണം. അതിലെന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടാകും. ഒരു രാജാവിൻ്റെയും മന്ത്രിയുടെയും ഒരു കഥ പണ്ട് നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട്. രാജാവിന് ഒരു മന്ത്രിയുണ്ട്. മന്ത്രി വലിയ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. മന്ത്രി ഏത് വിഷയമുണ്ടായാലും അതിലെന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ് മന്ത്രി. രാജാവും മന്ത്രിയും ഒരു യാത്രക്ക് പോയി, കാട്ടിലൂടെ വേട്ടക്ക് പോയി. അതിനിടയിൽ ഒരു മൃഗത്തിൻ്റെ കൂടെ പോയി അവർക്ക് വഴി പിഴച്ചു പോയി. ധാരാളം ദൂരം എവിടെയോ കൊടുങ്കാടിൻ്റെ ഉള്ളിലെത്തി.
തിരിച്ചുള്ള വഴിയറിയാതെ പ്രയാസപ്പെട്ടപ്പോൾ മന്ത്രി പറഞ്ഞു, അതിലെന്തെങ്കിലും ഖൈറുണ്ടാകും അങ്ങുന്നേ, അതിലെന്തെങ്കിലും ഖൈറുണ്ടാകും. രാജാവിന് ദേഷ്യം വന്നു. തിരിച്ചു നടക്കാൻ തുടങ്ങി. ദുർഘടമായ വഴിയോരങ്ങളിൽ കല്ലും മുള്ളും പ്രയാസമുണ്ടാക്കിയപ്പോഴൊക്കെയും മന്ത്രി പറഞ്ഞു, അതിലെന്തെങ്കിലും ഖൈറുണ്ടാകും രാജാവേ. അതിനിടയിൽ രാജാവ് ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീണു. രാജാവ് ഒരു കിണറ്റിലേക്ക് വീണപ്പോൾ മന്ത്രി ഒരു വള്ളിയെടുത്തുകൊണ്ട് രാജാവിനെ വലിച്ചു കയറ്റി. ഇതിനിടയിൽ രാജാവിൻ്റെ ഒരു എല്ലിന് ക്ഷതമേറ്റു, വലിയ പ്രയാസത്തിലായി. തിരിച്ചു വന്നപ്പോൾ രാജാവ് ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു, അതിലെന്തെങ്കിലും ഖൈറുണ്ടാകുമെന്ന്. ഈ സമയത്ത് ദേഷ്യം വന്ന രാജാവ് മന്ത്രിയെ കിണറ്റിലേക്ക് തള്ളിയിട്ടുവെന്നാണ് കഥ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു അത്രേ, അവിടെ കടന്നോ, അതിലെന്തെങ്കിലും ഖൈറുണ്ടാകുമെന്ന്. പിന്നെ രാജാവ് ഒറ്റയ്ക്ക് യാത്ര പോയി. അതിനിടയിൽ ഏതോ ആദിവാസികൾ, ഗോത്ര വിഭാഗം, കാട്ടിലുള്ള വിഭാഗം രാജാവിനെ പിടിച്ചു കെട്ടി അവരുടെ ഗോത്രത്തിലേക്ക്, അവരുടെ കുടിലേക്ക് കൊണ്ടുപോയി. ആ വിഭാഗത്തിനൊരു ആചാരമുണ്ട്, വർഷത്തിലൊരിക്കൽ അവരുടെ ദൈവത്തിന് ഒരു സമ്പൂർണ്ണ മനുഷ്യനെ ബലി കൊടുക്കണമെന്ന്. രാജാവിനെ ബലി കൊടുക്കാൻ തീരുമാനിച്ചു. ബലിക്കല്ലിലേക്ക് രാജാവിനെ കിടത്തി. രാജാവിനെ പരിശോധിച്ചപ്പോൾ, നമ്മൾ ഒളിയത്തിറക്കുമ്പോഴല്ല പൊട്ടലും കേടക്കളൊന്നും ഒഴിവാക്കും, രാജാവിൻ്റെ ഒരു എല്ല് പൊട്ടിയിട്ടുണ്ട്. എല്ല് പൊട്ടിയ മനുഷ്യനെ ദൈവത്തിന് ബലി കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി രാജാവിനെ വെറുതെ വിട്ടുവെന്നാണ് കഥ പറയുന്നത്. കേവലം കഥ മാത്രമാണ്, പക്ഷെ അതിലൊരു ഗുണപാഠമുണ്ട്. രാജാവിന് വലിയ സന്തോഷവും അതിനേക്കാൾ സങ്കടവുമായി. കാരണം എൻ്റെ മന്ത്രി ഞാൻ കിണറ്റിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു അതിൽ ഖൈറുണ്ടാകുമെന്ന്. സത്യത്തിൽ അതിൽ ഖൈറുണ്ടായല്ലോ. ആ കിണറ്റിലേക്ക് ഞാൻ വന്ന് എനിക്ക് മുറിവ് പറ്റിയത് കൊണ്ടാണ് ഇവരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ എന്നെ ബലി കൊടുക്കാതിരുന്നത്. വലിയ സങ്കടമായി. ഞാൻ ആ മന്ത്രിയെ കിണറ്റിലേക്ക് തള്ളിയിട്ടാണല്ലോ പോന്നത്. തിരിച്ചുപോയി വഴിയേറെ നടന്നു. രാജാവ് മന്ത്രിയെ കണ്ടെത്തി. മന്ത്രിയെ കിണറ്റിന് വലിച്ച് കയറ്റിയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, മന്ത്രി, നിങ്ങൾ എന്നോട് പൊറുക്കണം. എന്തേ ആകുന്നേ? ഞാൻ നിന്നെ ഈ കിണറ്റിലേക്ക് തള്ളിയിട്ട് പോയല്ലോ. കാര്യങ്ങളൊക്കെ രാജാവ് പറഞ്ഞു കൊടുത്തു. സത്യത്തിൽ ആ ഗോത്ര വിഭാഗം, ആ ആദിവാസികൾ എന്നെ ഒഴിവാക്കിയത്, എന്നെ ബലി കൊടുക്കാതെ ഒഴിവാക്കിയത് എൻ്റെ ശരീരത്തിലെ പൊട്ടുണ്ടായത് കൊണ്ടാണ്. നിങ്ങൾ അന്നേ പറഞ്ഞിരുന്നു അതിലൊരു ഖൈർ ഉണ്ടാകുമെന്ന്. ആ ഖൈർ ഞാൻ കണ്ടു മന്ത്രി, അതുകൊണ്ട് നിങ്ങൾ പൊറുക്കണം എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞ മറുപടി, എന്തിനാണ് രാജാവേ നിങ്ങൾ എന്നോട് മാപ്പ് ചോദിക്കുന്നത്? മറിച്ച് ഞാൻ നിങ്ങളോട് നന്ദി പറയല്ലേ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ എന്നെ ഈ കിണറ്റിലേക്ക് തള്ളിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഒന്നിച്ചാണ് യാത്ര തുടരുക. രണ്ടുപേരെയും അവർ പിടിച്ചു കൊണ്ടുപോകും. നിങ്ങളുടെ ശരീരത്തിൽ എല്ലിന് ക്ഷതമേറ്റത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും. എനിക്കാണെങ്കിൽ എനിക്ക് ശരീരത്തിന് യാതൊരു കുഴപ്പമില്ലാത്തത് കൊണ്ട് എന്നെ ബലി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ കിണറ്റിലേക്ക് തള്ളിയിട്ടതിൽ ഖൈറുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് രാജാവിനോട് മന്ത്രി ചോദിച്ച ഈ ഒരു സംഭവം, ഇതിലൊരു വലിയ ഗുണപാഠം നമുക്കുണ്ട്. എന്ത് തന്നെ വിഷയങ്ങൾ വന്നാലും അതിലൊരു ഖൈറുണ്ടാകുമെന്ന് മനസ്സിലാക്കി, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കി അതിനെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് പറയുമ്പോൾ ഉമ്മമാർക്കൊക്കെ പറയാനുണ്ടാവും, ഉസ്താദിന് പറയാനൊക്കെ വലിയ എളുപ്പമാണ്, ഉസ്താദിന് പറയാനൊക്കെ സുഖമാണ്, ഒരിടങ്ങേറാണ് വന്ന് നോക്കിയാൽ അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ എന്ന്. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നേരിട്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളാണോ? അല്ലല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, അശദ്ദുന്നാസി ബലാഗൻ ഹുമുൽ അംബിയാ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പരീക്ഷണങ്ങൾ നേരിട്ടവർ ആരാണ്? അവർ അംബിയാക്കളാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അതുപോലുള്ള അടുത്തടുത്ത ആളുകളാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട വിഭാഗം അംബിയാക്കളാണ്. നിങ്ങൾ പ്രവാചകന്മാരുടെ ചരിത്രം നിങ്ങൾ പഠിക്ക്. അവർ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ ചരിത്രങ്ങളിൽ ബുദ്ധിയുള്ളവർക്ക് ഗുണപാഠമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ പ്രവാചകർ, നമ്മുടെ ജീവന്റെ ജീവനായ കരളിൻ്റെ കഷ്ണമായ
നമ്മുടെ ലോകത്തെ 160 കോടി മുസൽമാന്റെ മനസ്സാവുന്ന മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരനായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സഹിച്ച പ്രയാസങ്ങളുടെ 100-ലൊന്നെങ്കിലും നമ്മൾ സഹിച്ചുവെന്ന് പറയാൻ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധ്യമാകുമോ? പിറന്നു വീഴുമ്പോഴേ മുത്തുനബി ഉപ്പയില്ലാതെയല്ലേ ജനിച്ചത്? ജനിച്ചു വീഴുമ്പോഴേ അള്ളാഹുവിൻ്റെ ഹബീബ് യതീമാണ്. 6-ാം വയസ്സിൽ അബവ എന്ന പ്രദേശത്ത് വെച്ച് അവിടുത്തെ പ്രിയങ്കരിയായ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു, ആമിന ബീവി റളിയല്ലാഹു അൻഹ. ആമിന ബീവിയും മരണപ്പെട്ടു. പിന്നീട് റസൂലുള്ളാഹിയെ വളർത്തുന്നത് പിതൃവ്യനും പിതൃവ്യപുത്രനുമൊക്കെയാണ്. അൽ-അമീൻ എന്ന് സ്നേഹത്തോടെ സമൂഹം അവരെ വിളിച്ചു. 40-ാം വയസ്സിൽ ഹിറാ ഗുഹയുടെ ഘനാന്ധകാരത്തിൽ തപശക്തിയിൽ ഇരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ നബുവത്ത് വന്നു. ഇഖ്റയിൻ്റെ മന്ത്രധ്വനികളുമായി മുഖറബുൽ അംലാക്ക് മലക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിന് ദിവ്യബോധനം നൽകി. അല്ലാഹുവിൻ്റെ പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിൻ്റെ പ്രവാചകനായി ലോകത്തോട് സംവദിക്കാൻ മുഹമ്മദ് നബിക്ക് അല്ലാഹു ഉത്തരവാദിത്വം നൽകിയ അന്നു തൊട്ട് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മുടെ പുണ്യനബി മുത്തുനബി സഹിച്ച പ്രയാസങ്ങളും പരീക്ഷണങ്ങളും എത്ര വലുതായിരുന്നു. അൽ-അമീൻ എന്ന് സ്നേഹത്തോടെ വിളിച്ചവർ, അവിടുന്ന് വിശ്വസ്തനാണ്, അൽ-അമീനാണെന്ന് വിളിച്ചവർ വഞ്ചകനെന്ന് പറയാൻ തുടങ്ങി, കള്ളനെന്ന് പറഞ്ഞു, കുലദൈവങ്ങളെ കുറ്റം പറഞ്ഞവനെന്ന് പറഞ്ഞു, വ്യാജനാണെന്ന് പറഞ്ഞു. ഒരു മലയുടെ മുകളിൽ കയറുന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂല് വിളിച്ചു, മക്കാ ഖുറൈശികളെ, ഇന്നാലിന്ന ഗോത്രക്കാരെ നിങ്ങൾ വരിക. എല്ലാവരും ഒരുമിച്ച് കൂടി. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും, നിങ്ങൾ അൽ-അമീനാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, അള്ളാഹു ഏകനാണ്, ഞാൻ അവൻ്റെ പ്രവാചകനുമാണ്. കഅബാലയത്തിൻ്റെ അകത്തും പുറത്തുമായി നിങ്ങൾ ആരാധിക്കുന്ന 33 കോടി ദൈവങ്ങളെ മുഴുവൻ എതിർക്കേണ്ടതാണെന്ന വർത്തമാനം അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞപ്പോൾ അവർ കുറ്റം പറഞ്ഞു. അബൂലഹബ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശമുണ്ടാവട്ടെ. ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? നിനക്ക് നാശമുണ്ടാവട്ടെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശുദ്ധ ഖുർആൻ ഇറങ്ങിയില്ലേ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അള്ളാന്റെ ഹബീബിനല്ല നാശം കേട്ടോ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിച്ചു പോട്ടെ. അവന്റെ സമ്പത്തും അവന്റെ സന്താനങ്ങളും നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അബൂലഹബിനെ സമ്പൂർണമായി നാശം പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അവതീർണമാക്കാൻ കാര്യപര്യാപ്തമായ ആ സംഭവം ഇതായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പ്രബോധനത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നപ്പോൾ എത്ര വലിയ പ്രയാസമാ സഹിച്ചത്, എത്ര വലിയ ബുദ്ധിമുട്ടാണ്. നടന്നു പോകുന്ന വഴിയോരങ്ങളിൽ ചപ്പുചവറുകൾ വലിച്ചെറിഞ്ഞ് ശരീരത്തിലേക്ക് തുപ്പിയും കുക്കി വിളിച്ചും കല്ലെറിഞ്ഞും പ്രതിസന്ധിയുടെ വലിയ കയങ്ങളിലൂടെയല്ലേ നമ്മുടെ പ്രവാചകർ ജീവിച്ചത്. എൻ്റെ ഉമ്മമാരെ കൽബ് കൊടുത്തുകൊണ്ട് ചിന്തിക്കണം. നിങ്ങൾ ഈ റമദാനിൽ കൽബ് കൊടുത്തുകൊണ്ട് ചിന്തിക്കണം. കഅബാലയത്തിൻ്റെ അരികിൽ നമ്മുടെ ഹബീബ് നിസ്കരിക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിൻ്റെ അരികിൽ നിസ്കരിക്കുമ്പോൾ ഖുറൈശികൾ കൂട്ടം കൂടിയിട്ട് പറയുന്നു, ഇന്നാലിന്ന അറബുകാരൻ്റെ വീട്ടിൽ പോയി ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹമ്മദിൻ്റെ ശിരസിൽ ചാർത്താൻ ആർക്കാണ് ധൈര്യമുള്ളത്? ഒരു ഹതഭാഗ്യവാൻ ആ ജോലി ഏറ്റെടുത്തു. ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് നുബുവത്തിൻ്റെ തങ്കത്തിളക്കമുള്ള തിരുനെറ്റി സുജൂദിൽ വീണ സമയത്ത് അവിടുത്തെ ശിരസിൻ്റെ പിരടിയുടെ മുകൾ കൊണ്ടുവന്ന് ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല വെക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ, തലയൊന്നുയർത്താൻ കഴിയാതെ, ഓർക്കണേ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ ഹബീബാണ്, നമ്മുടെ പ്രിയപ്പെട്ട മുത്തുനബിയാണ് കഅബാലയത്തിൻ്റെ മുമ്പിൽ തല ഉയർത്താൻ കഴിയാതെ നിൽക്കുന്നത്. ഇത് പറയുമ്പോൾ നമുക്ക് ചരിത്രമാണ്. ഈ നല്ലളം പള്ളിയുടെ ഉള്ളിലോ പുറത്തോ ആയി നമ്മൾ നിസ്കരിക്കുകയാണ്. നമ്മുടെ തലയുടെ മുകളിൽ ഇങ്ങനെ ഒട്ടകത്തിൻ്റെ കുടൽമാല ഇവിടെ കിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു വലിയ വേസ്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ ശിരസിൻ്റെ മുകളിൽ വെച്ചിട്ട് സുജൂദ് സുജൂദ് എഴുന്നേൽക്കാൻ കഴിയാതെ നമ്മൾ നിൽക്കുന്ന അവസ്ഥയൊന്ന് ആലോചിക്കുക. ഈ അവസ്ഥ വരുന്നത് നമ്മുടെ കരളിൻ്റെ കഷ്ണമായ മുത്തുനബിക്കാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പ്രയാസപ്പെട്ടപ്പോൾ ഖുറൈശികൾ ഇവരെ പൊട്ടിച്ചിരിക്കുകയാണ്, കളിയാക്കുകയാണ്. ബീവി ഫാത്തിമ വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച്
ഉപ്പാന്റെ പെരുടയിൽ നിന്ന് ഒട്ടകത്തിന്റെ കുടൽമാല മാറ്റിയിട്ട് ശത്രുക്കൾക്ക് നേരെ പിറുപിറുത്തുകൊണ്ട് ചീത്ത പറഞ്ഞു പോകുന്ന ഒരു രംഗമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് അനുഭവിച്ച പ്രയാസങ്ങൾ എത്ര വലുതാണ്. ജീവിതത്തിൽ മക്കയിലെ പ്രബോധനം വല്ലാതെ പ്രയാസമായപ്പോഴാണ് അബസീനിയയിലേക്ക് ഹിജ്റ പോകുന്നത്, എത്യോപ്യയിലേക്കൊരു ഹിജ്റ. ആഴ്ചകളോളം ഭക്ഷണം കിട്ടാതെ പച്ചിലകൾ ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ചു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ഭക്ഷണം പച്ചിലകൾ മാത്രമായിരുന്നു. എന്തുകൊണ്ട്? വേറെ ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണ്. പച്ചിലകൾ ജീവിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ജീവിച്ചു. നമ്മളിലകൾ കഴിക്കും, നമ്മൾ കഴിക്കുന്ന ഇല ചീരയും മുരിങ്ങയൊക്കെ മാത്രമാണ്. അത് നമുക്ക് പോഷകമായതുകൊണ്ട് കഴിക്കുന്നതാണ്. ഇലകൾ ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ചു ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇവിടെ മാത്രമല്ല, മഹദിയായ ആയിഷ ബീവി പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൻ്റെ സർവ്വസമയങ്ങളെയും ഒപ്പിയെടുത്ത മഹദിയായ ആയിഷ ബീവി പറയുന്നു, റഅയ്തുൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല റഅൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ഫീ അബിയാത്തി റസൂലില്ലാഹി മാ നസ്തൗഖിദു നാറാ. റഅൽ ഹിലാല ഒരു മാസപ്പിറവി ഞങ്ങൾ കണ്ടു, സുമ്മൽ ഹിലാല മറ്റൊരു മാസപ്പിറവി കണ്ടു, സുമ്മൽ ഹിലാല മറ്റൊരു മാസപ്പിറവി കണ്ടു. ഒരു മാസപ്പിറവി കണ്ട് മറ്റൊരു മാസപ്പിറവി കാണണമെങ്കിൽ ഒരു മാസം കഴിയണം. അപ്പം 2 അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞു. എന്താ പ്രത്യേകത? ഫി അബിയാത്തി റസൂലില്ലാഹി മാ നസ്തൗഖിദു നാറാ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വീടിൽ ഇത്രയും സമയം മുത്തുനബിയുടെ വീടുകളിൽ തീ പുകഞ്ഞിട്ടില്ലെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. മാസങ്ങളോളം കഴിക്കാൻ ഭക്ഷണമില്ലാതെ, മാസങ്ങളോളം അടുപ്പ് പുകയാൻ കഴിയാതെ ഇരുന്ന പകലന്തികൾ അള്ളാഹുവിൻ്റെ ഹബീബിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങളാണെങ്കിലും ശാരീരികമായ പ്രയാസങ്ങളാണെങ്കിലും ആരോഗ്യപരമായ പ്രയാസങ്ങളാണെങ്കിലും എല്ലാം കൂടുതൽ അനുഭവിച്ചവർ നമ്മുടെ മുൻഗാമികളാണ്, പ്രവാചകന്മാരാണ്. മക്കയിലെ പ്രബോധനം കൊണ്ട് പൊറുതിമുട്ടിയപ്പോഴാണ്, കല്ലേറും കുക്കിവിളിയും കൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടപ്പോഴാണ് ത്വായിഫിലേക്ക് ഹിജ്റ പോവാൻ തീരുമാനിക്കുന്നത്. അവിടെ പോയാൽ എന്താ, അമ്മാവന്മാരെ നാടാണ്. അമ്മാവന്മാരെ നാട്ടിൽ പോയാൽ ഒരു പ്രതീക്ഷ ഉണ്ട്, സ്വീകരിക്കാൻ ആളുണ്ടാവും. ഉമ്മാൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോൾ കുട്ടിയൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, അവിടെ എന്നെ സ്വീകരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരുണ്ടാകും. കണക്ക് കൂട്ടലുകൾ പിഴച്ചു. ത്വായിഫിൻ്റെ മലയടിവാരങ്ങളിൽ ദീനീ ദഅവത്തുമായി കടന്നുപോയ നമ്മുടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെടുത്തെറിഞ്ഞുകൊണ്ട്, പിഞ്ചുകുട്ടികൾ പോലും മുത്ത് ഹബീബിനെ കൂക്കി വിളിച്ചുകൊണ്ട് കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് വഴുനീളയാട്ടിയോടിച്ച് ഹബീബിൻ്റെ കാലിൽ നിന്ന് രക്തം പൊട്ടി, ശരീരം പൊട്ടി രക്തം നിണച്ചാലുകൾ ചാലിട്ടൊഴുകാൻ തുടങ്ങിയപ്പോൾ മരുഭൂമിയുടെ മണൽ പരപ്പിൽ മുത്ത് ഹബീബ് തളർന്നിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, വേദനയാൽ മുത്ത് ഹബീബ് ക്ഷീണം കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് മണൽ പരപ്പിൽ തളർന്നിരുന്നപ്പോഴല്ലേ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, പർവ്വതങ്ങളുടെ മലക്കുകളുടെ കൂടെയാ ഞാൻ വന്നിട്ടുള്ളത്. അങ്ങൊന്ന് സമ്മതം മൂളിയാൽ ഈ മലയടിവാരങ്ങൾക്കിടയിൽ അവരെ നശിപ്പിക്കാം, ഈ ഉമ്മത്തിനെ, ഈ സമൂഹത്തെ നശിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ നബിയുടെ മറുപടി എന്താ? നമുക്കൊരു പ്രയാസമുണ്ടാക്കിയ ആൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് ആഗ്രഹിച്ചില്ലെങ്കിലും മനസ്സിലെങ്കിലും നിനക്കത് വേണടാ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്വഭാവമെങ്കിൽ, അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, വേണ്ട വേണ്ട ജിബ്രീൽ, അവരെ നശിപ്പിക്കല്ല ജിബ്രീൽ, അവരിലൊരാളെങ്കിലും നാളെ ഇസ്ലാമിലേക്ക് വന്നാൽ അതാണ് എനിക്ക് അഭികാമ്യമെന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഇവിടുത്തെ ഫൈൽ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ മില്ലത്തിൻ്റെ നേതാവാരാണ്? ഈ ഉമ്മത്തിൻ്റെ നേതാവാരാണ്? അത് മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ജീവിതത്തിൽ ഇബ്രാഹിം നബി അനുഭവിച്ച പ്രയാസങ്ങൾ എത്ര വലുതാ. കാത്തിരുന്ന് കാത്തിരുന്ന് വാർദ്ധക്യരശയിലെത്തിയപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോളം അല്ലാഹു ഒരു കുഞ്ഞിനെ നൽകുന്നത്. ഇസ്മായിൽ. ഇസ്മായിൽ എന്ന കുഞ്ഞിനെ കിട്ടി. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് മക്കളാണ്. ഇസ്മായിലിനെ എങ്ങനെ കിട്ടി? കനകക്കനിയായി കിട്ടി. ഖലീലായ ഈ പുരാനോട്, ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനാം ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടുന്നവരാണ് നമ്മൾ. പഴയ പാട്ടുകൾ അത് മനോഹരമായി പറയുന്നുണ്ട്. കാത്തിരുന്നിട്ടാണ് ഇസ്മായിൽ നബി എന്നൊരു കുട്ടിയെ കിട്ടുന്നത്. ഇസ്മായിലിനെ സ്നേഹത്തോടെ താരാട്ടി പോറ്റി വളർത്തുമ്പോഴാണ്
സ്നേഹത്തോടെ പരിചരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞൊടിയിട പോലെ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത്. മലർമുത്ത് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഇബ്രാഹിം നബിക്ക് അല്ലാഹ് കിനാവു കാട്ടി മകനാം ഇസ്മായിൽ നബിയോരെ അറുക്കും മട്ടിൽ പോറ്റി സ്നേഹത്തോടെ താലോലിച്ചു വളർത്തുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത്. ഇബ്രാഹിം, മകനായ ഇസ്മായിലിനെ നീ എനിക്ക് ബലിയറുക്കണം. മകനായ ഇസ്മായിലിനെ ബലിയറുക്കണം. ഒരു പിതാവ് എന്തു ചെയ്യും? ഇതിലും വലിയൊരു പ്രയാസമുണ്ടോ? ഇതിലും വലിയ സങ്കീർണമായ ഒരു സമയമുണ്ടോ? പക്ഷെ ഇബ്രാഹിം നബി മനസ്സിലാക്കി, ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്, ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്. മകനായ ഇസ്മായിലിനെയും പിടിച്ച് നേരെ നടന്നകന്നു. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ മരുഭൂമിയുടെ മണൽ പരപ്പിൽ പാറക്കെട്ടുകൾക്കിടയിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ മലർത്തിക്കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയോരെ കഴുത്തറുത്തിയിടുവാനായി കത്തിയെടുത്തുകൊണ്ട് ഇസ്മായിലിന്റെ കഴുത്തിൽ വെച്ചു. ബാപ്പാക്കും സമ്മതം, മകനും സമ്മതം. കത്തിയെടുത്തുകൊണ്ട് ഇസ്മായിലിന്റെ കഴുത്തിൽ വെച്ചപ്പോഴല്ലേ അള്ളാഹുവിന്റെ ഓർഡർ വരുന്നത്, ഇബ്രാഹിം അറുക്കേണ്ട, ഇസ്മായിലിനെ അറുക്കേണ്ടതിന്റെ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു. ഇതൊക്കെ അവർ നേരിട്ട പ്രതിസന്ധികളാണ്. പ്രിയപ്പെട്ട മകൻ ഇസ്മായിലിനെയും പ്രിയതമയായ ഹാജറിനെയും പിടിച്ചുകൊണ്ട് വിശുദ്ധമായ മക്കയിലേക്കൊരു യാത്ര പോകുന്നുണ്ട്. മക്കയെന്നാൽ ഇന്നത്തെ മക്കയല്ല, സുഖസൗകര്യങ്ങളില്ലാത്ത കുടിയ മരുഭൂമിയായ കെട്ടിടങ്ങളില്ലാത്ത ആളുകൾ താമസിക്കാത്ത മക്കയിലേക്കാണ് യാത്ര. അവിടെ എത്തിയപ്പോൾ റബ്ബിന്റെ കൽപ്പന വരുന്നത് മകനെയും ഭാര്യയും അവിടെ ഉപേക്ഷിച്ചു പോരാനാണ്. ഹാജറിനെയും പിഞ്ചുമോനായ ഇസ്മായിലിനെയും ഉപേക്ഷിച്ച് പോരുമ്പോൾ ഇബ്രാഹിം നബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് ഹാജർ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം, ഞങ്ങളെവിടെ ഇട്ടേച്ച് പോവുകയാണോ? പിന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്, ഇത് റബ്ബിന്റെ കൽപ്പനയാണോ ഇബ്രാഹിം? ഇത് റബ്ബിന്റെ കൽപ്പനയാണോ? അങ്ങനെയാണെങ്കിൽ സമ്മതമാണ്. വെള്ളം പോലുമില്ലാത്ത, കുടിക്കാൻ വെള്ളം പോലുമില്ലാത്ത ആ മരുഭൂമിയിൽ സഫാ മറുവയുടെ ഇടയിലൂടെ പൊന്നുമോന് വേണ്ടി 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തമായി ഓടിയകന്നു മഹദി ഹാജർ റളിയല്ലാഹു അൻഹാ. സഫാ മറുവ കഅബാലയത്തിൽ പോയവർക്കറിയാം, ഹറമിൽ പോയവർക്കറിയാം, സഫാ മറുവയുടെ ഇടയിലുള്ള ദൂരം എത്ര വിശാലമാണ്, എത്ര ദീർഘമാണ്, എത്ര ദൈർഘ്യമുള്ളതാണ്. അത് ഇന്നത്തെ സഫാ മറുവയാണ്. ഇന്നവിടെ നടന്നു പോകാൻ മനോഹരമായ മാർബിളുകൾ പതിച്ച വഴിയോരങ്ങളുണ്ട്. അള്ളാഹു ആ പുണ്യഭൂമിയിലെത്താൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ആ നഗരിയിലെത്താത്തവർക്ക് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ആ നഗരിയെ പുൽകാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹുവേ, നിന്റെ ഹറമൈനി കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കിലോമീറ്ററുകളുണ്ട് ആ ഇടം. അതിലൂടെ, എന്നാൽ ഇന്നത്തെ അവസ്ഥയല്ല അന്ന്. ശക്തമായ ചെങ്കുത്തായ പർവ്വത നിരകൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിറ്റ് വെള്ളത്തിനു വേണ്ടി, ദാഹജലത്തിനു വേണ്ടി ഓടിയകന്ന മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹയുടെയും അവിടെ സംസമിൻ്റെ ചരിത്രമൊക്കെ ഉറവെടുക്കുന്നത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ത്യാഗസമ്പൂർണമായ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മഹാന്മാർ അവരൊക്കെ അനുഭവിച്ച പ്രയാസങ്ങളെ മനസ്സിലാക്കുന്നത്, അവരൊക്കെ അനുഭവിച്ച പ്രയാസങ്ങളെ നമ്മൾ അറിയുന്നത്. അള്ളാഹു നമുക്ക് അവരെ ഫൈൽ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ നോക്കിയാലും, മുൻഗാമികളായ പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ മുഴുവൻ നോക്കിയാൽ ഇതിങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടൊരു പ്രവാചകനുണ്ട്. ഞാൻ പറയാതെ തന്നെ ആ പേര് നിങ്ങളെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ട ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ്റെ പേര് മഹാനായ സയ്യിദുന അയ്യൂബ് നബി അലൈഹിസ്സലാം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി നേരിട്ട പരീക്ഷണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവിതത്തിലൊക്കെ എന്ത് ബലാഉള്ളത്, എന്ത് ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്. അയ്യൂബ് നബി സമ്പന്നനായിരുന്നു,
അയ്യൂബ് നബി സമ്പന്നനായിരുന്നു. അയ്യൂബ് നബി സുന്ദരനായിരുന്നു. അയ്യൂബ് നബി വളരെ റാഹത്തോടു കൂടി ജീവിച്ചു. അവരെ കല്യാണം കഴിച്ചത് മഹദിയായ റഹ്മത്ത് ബീബി റളിയല്ലാഹു അൻഹയാണ്. മഹദിയായ റഹ്മത്ത് ബീബി റളിയല്ലാഹു അൻഹ നല്ല റാഹത്തോടു കൂടി ജീവിക്കുമ്പോൾ അയ്യൂബ് നബിക്ക് അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരികയാണ്. ആദ്യഘട്ടമെന്നോളം അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമ്പത്തുകൾ നശിക്കുകയാണ്. അവിടുത്തെ കൃഷിയിടങ്ങൾ നശിച്ചു പോവുകയാണ്. ആളുകളൊക്കെ കൂടിയിട്ട് വലിയ സങ്കടം പറഞ്ഞു. ഇബ്ലീസ് വേഷപ്രച്ഛന്നനായി വന്നുവെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അയ്യൂബ് നബിയെ സമ്പത്തൊക്കെ നശിച്ചുവല്ലോ. അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അത് അല്ലാഹ് തന്നതല്ലേ, അത് അല്ലാഹു നൽകിയതല്ലേ. ഒറ്റ മറുപടിയാണ്. ഇബ്ലീസ് നാണം കെട്ട് തിരിച്ചുപോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം അവിടുത്തെ കൃഷിയിടങ്ങൾ, അവിടുത്തെ കന്നുകാലികൾ നശിച്ചു. അന്നും ആളുകൾ ഒരുമിച്ച് കൂടി സങ്കടം പറഞ്ഞപ്പോഴും അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മറുപടി, അതെൻ്റെ അള്ളാഹു തന്നതല്ലേ, അവൻ തിരിച്ചെടുത്തുവെന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാം അതിനേക്ക് ധീരമായി നേരിടുകയാണ്. മക്കൾ മരണപ്പെട്ടു പോകുന്നു. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി മക്കളെ മരണത്തിൻ്റെ വിഷമവുമായി ഇബ്ലീസും കൂട്ടരും വന്നപ്പോഴും അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്, മക്കളെ നൽകിയവൻ അല്ലാഹുവാണ്, ആ മക്കളെ തിരിച്ചെടുക്കുന്നവനും അല്ലാഹു തന്നെയാണ്. അതാണ് ഒരു മനുഷ്യൻ്റെ ഈമാൻ. അയ്യൂബ് നബിയെ ഏതെങ്കിലും നിനക്ക് പരീക്ഷിക്കാൻ, പ്രയാസപ്പെടുത്താൻ ഇബ്ലീസ് തീരുമാനിക്കാൻ. മനുഷ്യൻ്റെ ശരീരത്തിലൂടെ രക്തമോടുന്ന ഇടങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന ഇബ്ലീസും കൂട്ടരും അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പ്രയാസപ്പെടുത്താൻ തുടങ്ങി. അവസാനം അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ശരീരത്തിൽ മുറിവുകൾ വരാൻ തുടങ്ങി. വ്രണപ്പെട്ട് ഓരോ ദിവസം കൂടുന്തോറും അയ്യൂബ് നബിയുടെ മുറിവുകൾ കൂടി വന്നില്ല പ്രിയപ്പെട്ടവരെ. പൊട്ടിയൊലിക്കാൻ തുടങ്ങി, ദുർഗന്ധം വമിക്കാൻ തുടങ്ങി, ശക്തമായ ദുർഗന്ധം. ആളുകളെല്ലാം പ്രയാസപ്പെടാൻ തുടങ്ങി. ഇബ്ലീസ് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, അയ്യൂബ് അല്ലാഹുവിൻ്റെ പ്രവാചകനല്ല കേട്ടോ, അയ്യൂബ് പ്രവാചകനേ അല്ല. പ്രവാചകന്മാർക്ക് പകർച്ചവ്യാധി ഉണ്ടാവൂല. അയ്യൂബിന് കുഷ്ഠമാണ്. ഇത് കുഷ്ഠമാണ്, മാറാവ്യാധി ഉണ്ടാവുകയില്ല പ്രവാചകന്മാർക്ക്. ആളുകൾ അയ്യൂബ് നബിയെ നാട്ടിയോടിക്കുകയാണ്. മഹദിയായ റഹ്മത്ത് ബീവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആരാ ഇത് പറഞ്ഞത്? പ്രവാചകനാണ്, ഇത് നിങ്ങളുടെ പ്രവാചകനാണ്. ഇത് മാറാവ്യാധിയാണെന്നാരാ പറഞ്ഞത്? കേവലം ഒരു ത്വക്ക് രോഗം മാത്രമാണ്. ഇത് മാറാവ്യാധിയാണെങ്കിൽ, പകർച്ചവ്യാധിയാണെങ്കിൽ എനിക്കല്ലേ ആദ്യം പകരേണ്ടത്? അവർ പറഞ്ഞു, നിനക്കത് മാറാവ്യാധി തന്നെയാണ്, പക്ഷെ നിനക്ക് പകരാനായിട്ടില്ല, പകരാനാവുന്നേ ഉള്ളൂ, നാട്ടിൽ നിന്ന് കടന്നു പോകണം. സമ്പന്നനായിരുന്ന, ഒരു നാടിൻ്റെ അധിപനായിരുന്ന, സുന്ദരനായിരുന്ന, ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന അയ്യൂബ് നബിയും മഹദിയായ റഹ്മത്ത് ബീവിയും നാട് വിട്ടു പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ അസുഖമൊന്നും മാറ്റിത്തരണേ അല്ലാ എന്ന് ഈ സമയം അയ്യൂബ് നബി ദുആ ചെയ്തിട്ടില്ല. നാട് വിട്ടുപോയി. അയ്യൂബ് നബിക്ക് നടക്കാൻ വയ്യ, എഴുന്നേൽക്കാൻ വയ്യ. താങ്ങിപ്പിടിച്ചുകൊണ്ടാ റഹ്മത്ത് ബീവി സഞ്ചരിക്കുന്നത്. അയ്യൂബ് നബിയെയും താങ്ങിപ്പിടിച്ചുകൊണ്ട് മഹാനാ മഹദിയായ റഹ്മത്ത് ബീവി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഈ സമയത്ത് ഓരോ പ്രയാസങ്ങൾ ഓരോ ഭാഗങ്ങളിലുണ്ട്. ഞാൻ ചുരുക്കി പറയാം. പല ഭാഗങ്ങളിലും പ്രയാസങ്ങൾ. ആളുകൾ ആട്ടിയോടിക്കുന്നു, അകറ്റി നിർത്തുന്നു. ആളുകൾ ദുർഗന്ധം വരുമ്പോൾ ഓടി അകലുന്നു. റഹ്മത്ത് ബീവി ഒരിക്കൽ പറഞ്ഞു അയ്യൂബ് നബിയോട്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അല്ലാഹുവിനോടും ദുആ ചെയ്തുകൂടെ? റഹ്മത്തേ, എൻ്റെ ഈ വേദനയും എൻ്റെ ഈ ദുർഗന്ധവും നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആളുകളെപ്പോലെ നിനക്കും എന്നെ ഒഴിവാക്കാം. എന്നാലും ഞാൻ ഒരിക്കലും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയില്ല കേട്ടോ. ഇതെൻ്റെ റബ്ബിൻ്റെ പരീക്ഷണമാണ്, ഇതെൻ്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്. റഹ്മത്ത് ബീവി പറഞ്ഞു, നിങ്ങളെ ശരീരം മുഴുവൻ പൊട്ടിയൊലിച്ചുകൊണ്ട് വ്രണം വന്നുകൊണ്ട് ആ വ്രണം ഞാൻ സ്വന്തം എൻ്റെ നാവ് കൊണ്ട് ശുദ്ധിയാക്കേണ്ടി വന്നാലും നിങ്ങളെ ഉപേക്ഷിച്ച് ഞാൻ ഒരിക്കലും പോവുകയില്ല. ഞാൻ പറഞ്ഞത് അവിവേകമാണെങ്കിൽ നിങ്ങൾ പൊറുക്കണം. കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. യാത്രയാണ് യാത്ര. പകൽ മുഴുവൻ നോമ്പെടുക്കും, രാത്രി എവിടെന്നെങ്കിലും ഭക്ഷണം കിട്ടിയാൽ കഴിക്കും. മിക്കപ്പോഴും ഭക്ഷണം കിട്ടില്ല. റഹ്മത്ത് ബീവി വീട്ടിൽ ചെന്ന് കയറുന്നുണ്ട്. ജോലിക്ക് വേണ്ടി പോയതാണ്. ജോലി കൊടുത്തോർ ഭക്ഷണം പ്രതിഫലമായി കൊടുത്തു. ഭക്ഷണവുമായി പോരുമ്പോൾ പറഞ്ഞു, നാളെയും വന്നോണ്ട്, നാളെയും ജോലി തരാം. അയ്യൂബിനോട് അടുത്ത് ഇപ്പോൾ റഹ്മത്ത് ബീവി പറഞ്ഞു, സന്തോഷത്തോടെ നാളെയും വരാൻ പറഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് ജോലിക്ക് പോയപ്പോൾ ആ വീട്ടുകാർ റഹ്മത്ത് ബീവിയോട് കയർക്കുകയാണ്, ആട്ടിയോടിക്കുകയാണ്.
നീ കുഷ്ഠരോഗിയുടെ ഭാര്യയാണല്ലേ, നീ കുഷ്ഠരോഗിയുടെ ഭാര്യയാണല്ലേ, ഞങ്ങൾക്ക് രോഗം പകർത്താൻ വന്നാണല്ലോ, കടന്നു പോ, മേലാലിപ്പടി കയറിപ്പോകരുത്. സങ്കടത്തോടെ തിരിച്ചുപോയി. അയ്യൂബിന് ചോദിച്ചു, ഇന്ന് ജോലിയില്ലേ? എന്താ വേഗം പോന്ന്? ഇന്ന് അവിടെ ജോലിയില്ല എന്ന് പറയാൻ പറഞ്ഞു. എന്താ കാരണം ചോദിച്ചെങ്കിലും റഹ്മത്ത് ബി പറഞ്ഞില്ല. പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള അനുഭവങ്ങളാണ്, ധാരാളം അനുഭവങ്ങൾ. പലരും മാട്ടിയോടിക്കുന്നു. അതിനിടയിൽ ഒരു ഫക്കീറിൻ്റെ വീട്ടിലേക്ക് കയറുന്നുണ്ട്. ഒരു ഫക്കീറിൻ്റെ കഥയുടെ ഭാഗമായതുകൊണ്ട് പറയുകയാണ്. ഒരു ഫക്കീറിൻ്റെ വീട്ടിലേക്ക് ഇവർ ചെന്നു കയറി. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ഉള്ളത്. ആ ഭാര്യ പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്, നിങ്ങളിവിടെ സഞ്ചരിക്കണം, നിങ്ങളിവിടെ താമസിക്കണം. എൻ്റെ പിതാവ് ഒരു ഫക്കീറാണ്, അദ്ദേഹം ഇങ്ങനെ അതിഥികളെയൊക്കെ ഇഷ്ടപ്പെടുന്നയാളാണ്, അദ്ദേഹം ഇങ്ങനെ പുറത്തു പോയിരിക്കുകയാണ്, നിങ്ങളെ കണ്ടാൽ എൻ്റെ ഭർത്താവിന് വലിയ സന്തോഷമാകും. പിന്നെ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് പുറത്തല്ല, അവരെ കൂടി വിളിച്ചിട്ട് വാ. റഹ്മത്ത് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇങ്ങോട്ട് കയറിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല, എൻ്റെ ഭർത്താവ് കയറിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല, അത് കുഴപ്പമില്ല, വിളിച്ചിട്ട് വാ. അയ്യൂബ് നബി പറഞ്ഞു, വേണ്ട റഹ്മത്തെ, ഞാൻ വന്നാൽ അവർക്ക് വലിയ പ്രയാസമാകും. പക്ഷെ ഇവരെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് റഹ്മത്ത് ബീവിയുടെ കൂടെ അയ്യൂബ് നബി അലൈഹിസ്സലാം ആ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ അയ്യൂബ് നബിയുടെ ദുർഗന്ധം വന്നപ്പോൾ ഈ പെണ്ണിന് ഓക്കാനം വന്നുവെന്നാണ്. അയ്യൂബ് നബി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കെന്നെ സഹിക്കാൻ കഴിയുകയില്ല എന്ന്, നിങ്ങളെന്നെ ക്ഷണിച്ചു വരുത്തിയല്ലേ, നമുക്ക് പോകാം. ആ സഹോദരി പറഞ്ഞു, നിങ്ങൾ പോകല്ലേ കേട്ടോ, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഓക്കാനം വന്നത് പൈശാചികമായ ഒരു ദുർബോധനമാണ്. നിങ്ങളെങ്ങാനും ഞാനിവിടെ നിന്ന് പറഞ്ഞയച്ചു എന്നറിഞ്ഞാൽ എൻ്റെ ഭർത്താവിനോട് ദേഷ്യപ്പെടും, നിങ്ങൾ പോകരുത്. രാത്രി ആ മനുഷ്യൻ വന്നു അയ്യൂബ് നബിയുടെ അടുത്തേക്ക് കയറി വന്നപ്പോൾ അയ്യൂബ് നബി പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, എൻ്റെ ശരീരം ആകെ ദുർഗന്ധമാണ്. ആ മനുഷ്യൻ പറഞ്ഞു, എവിടെ ദുർഗന്ധം? എവിടെയാണ് ദുർഗന്ധം? എനിക്ക് ദുർഗന്ധമല്ല, സുഗന്ധമാണ് വരുന്നത്. ചില ആളുകളുടെ ആത്മാവ് ചീഞ്ഞു നാറുമ്പോൾ ദുർഗന്ധമുണ്ടാകും. അങ്ങയുടെ ആത്മാവിൻ്റെ സുഗന്ധം എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നു. അയ്യൂബ് നബിയുടെ ഭാര്യ ഈ സഹോദരൻ്റെ ഭാര്യയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് ഏത് മതസ്ഥനാണ്? അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവ് അയ്യൂബ് നബിയുടെ മതക്കാരനാണ്. പക്ഷേ എൻ്റെ ഭർത്താവ് അയ്യൂബ് നബിയെ കണ്ടിട്ടില്ല, എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവേ അയ്യൂബ് നബിയെ കാണാതെ എന്നെ മരിപ്പിക്കല്ലേ എന്ന് എപ്പോഴും ദുആ ചെയ്യാറുണ്ട് എൻ്റെ ഭർത്താവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്ക്, നിങ്ങൾ ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു, പിറ്റേന്ന് അവർ തിരിച്ചുപോയി, വീണ്ടും യാത്രയാണ്, ചുരുക്കി പറയാണ്. അതിനിടയിൽ പലയിടത്തും അവഗണനകളും ആട്ടിയോടിക്കലൊക്കെ ഉണ്ടായി. ഒരിക്കൽ ഭക്ഷണം വാങ്ങാൻ പോയ റഹ്മത്ത് ബീവി ഒരു ഭക്ഷണ കച്ചവടക്കാരനെ കണ്ടു, പക്ഷെ പൈസ ഇല്ല, ഭക്ഷണം വാങ്ങാൻ കാശില്ല. അപ്പോൾ അയാൾ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം ഈ കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം, നിങ്ങളുടെ ഈ ഇടതൂർന്ന ഈ കേശമുണ്ടല്ലോ, നിങ്ങളുടെ ഈ മുടി, അതെനിക്ക് മുറിച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ തയ്യാറാണ്. സ്വന്തം ഭർത്താവിൻ്റെ പശിയടക്കാൻ വേണ്ടി റഹ്മത്ത് ബീവി മുടി മുറിച്ചു നൽകി ഭക്ഷണം വാങ്ങി. ഈ വിവരം ശപിക്കപ്പെട്ട ഇബ്ലീസ് അറിഞ്ഞു, നേരെ പോയി അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ഇന്ന് ഭക്ഷണം വാങ്ങിയത് എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാ? ഭക്ഷണം കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ഭാര്യ ഇന്ന് വഴിവക്കിൽ ഒരാളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? സത്യമാ ഞാൻ പറയുന്നത്. അത് ജനങ്ങൾ പിടിക്കുകയും അതിൻ്റെ ശിക്ഷാർഹമായി നിങ്ങളുടെ ഭാര്യയുടെ മുടികൾ മുറിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വൈകുന്നേരത്ത് റഹ്മത്ത് ബീവി വന്നു. ഭക്ഷണമായി വന്നപ്പോൾ റഹ്മത്ത് ബീവിയോട് അയ്യൂബിനെ ചോദിച്ചു, റഹ്മത്തെ നിന്റെ മുടിയെവിടെ? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദേഷ്യപ്പെട്ടപ്പോൾ റഹ്മത്ത് ബീവിക്ക് കാര്യം മനസ്സിലായപ്പോൾ വലിയ സങ്കടമായി. അല്ലാഹുവേ, സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ ശരീരം വ്രണപ്പെട്ടുകൊണ്ട് താങ്ങി നടക്കുമ്പോഴും തോന്നാത്ത ദുഃഖം ഭർത്താവ് തന്നെ സംശയിച്ചപ്പോൾ റഹ്മത്ത് ബീവിക്ക് തോന്നി, അല്ലാഹുവേ, എൻ്റെ ഭർത്താവ് എൻ്റെ ചാരിത്രത്തിലാണല്ലോ സംശയിച്ചത്, നീ ആ സംശയം ദൂരീകരിക്കണമല്ലാ എന്ന് റഹ്മത്ത് ബീവി ദുആ ചെയ്തപ്പോൾ വാനലോകത്ത് നിന്നിറങ്ങി മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, റഹ്മത്ത് ബീവിയെ സംശയിക്കല്ല പ്രവാചകരെ. സംശയമകറ്റിയപ്പോൾ രണ്ടുപേർക്കും സന്തോഷമായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെയും അവർ ജീവിച്ചു. ഇതിനിടയിൽ ഇപ്പോഴൊന്നും
ഈ പ്രയാസങ്ങളുടെ ഏറ്റവും വലിയ കണ്ണീർ കയങ്ങൾക്കിടയിലൊന്നും അള്ളാഹുവിനോട് ദുആ ചെയ്യാത്ത അയ്യൂബ് നബി അലൈഹിസ്സലാം അവസാനം ഒന്ന് ദുആ ചെയ്യേണ്ട സന്ദർഭമുണ്ടായത് എപ്പോഴാണെന്നറിയുമോ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ വ്രണം ഇങ്ങനെ വന്നുകൊണ്ട് നാവിലേക്ക് വരാൻ തുടങ്ങി, നാവില് വേദന വരാൻ തുടങ്ങി. അയ്യൂബ് നബിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിനെ സ്തുതിക്കുന്ന നാവാ, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവാണ്. അതിന് കൂടി പ്രയാസം വന്നാൽ പടച്ചോനെ ഞാൻ എങ്ങനെയാണ് നിന്നെ സ്തുതിക്കുക, എങ്ങനെയാണ് നിനക്ക് ദിക്ർ ചൊല്ലുക, എങ്ങനെയാണ് നിന്നെ ആരാധിക്കുക? അയ്യൂബ് നബി ആ സമയം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പ്രയാസങ്ങളുടെ കണ്ണീർ കയങ്ങളിലൂടെ ഒഴുകി നടന്നപ്പോഴും ചെയ്യാത്ത ദുആ, നാവിലേക്ക് വേദന വന്ന് റബ്ബിന്റെ തസ്ബീഹ് മുറിഞ്ഞു പോകുമെന്നറിഞ്ഞപ്പോൾ അയ്യൂബ് നബി ദുആ ചെയ്യുകയാണ്. അപ്പോഴും ദുആ ചെയ്തത് എന്താ? എന്റെ അസുഖം മാറ്റിത്തരണേ എന്നല്ല. അയ്യൂബ ഇദ് നാദാ റബ്ബഹു റബ്ബി അന്നീ മസ്സനിയൽ ളുർറു വഅൻത അർഹമുർ റാഹിമീൻ, അൻത അർഹമുർ റാഹിമീൻ. നീ അർഹമുർ റാഹിമാണല്ലോ അല്ലാഹ്, നീ അർഹമുറാഹിമാണല്ലോ അല്ലാഹ്, എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു എന്ന് മാത്രമാ പറഞ്ഞ് ശിഫയാക്കാൻ അപ്പോഴും പറഞ്ഞില്ല. ആ സമയത്ത് അല്ലാഹു മറുപടി കൊടുത്ത് ഫസ്തജബ്നാ ലഹു വകശഫ്നാ മാ ബിഹി മിൻ ളുർ. ആ സമയത്ത് അല്ലാഹു അദ്ദേഹത്തിന്റെ രോഗങ്ങൾ ശിഫയാക്കുകയാണ്. അയ്യൂബ് നബിയോട് പറഞ്ഞു ഭൂമിയിൽ ചവിട്ടാൻ പറഞ്ഞപ്പോൾ അവിടെ ചവിട്ടി. ആ സ്ഥലത്തതാ ഒരു ജലധാര ഉറവെടുക്കുകയാണ്. ജലധാരയിൽ കുളിക്കാൻ പറഞ്ഞു. അയ്യൂബ് നബി സുമുഖനായി മാറിയില്ലേ, സുന്ദരനായി മാറി നാട്ടിലേക്ക് മടങ്ങിപ്പോയി. പോകും വഴിയിൽ ഈ ഫക്കീറിനെയും കൂട്ടി ഫക്കീറിനോട് പറഞ്ഞു, ഫക്കീറിൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് സദാസമയം ദുആ ചെയ്യാറില്ലേ? അയ്യൂബ് നബിയെ കാണിക്കണേ എന്ന്. അയ്യൂബ് നബിയാണ് അയ്യൂബ് നബിയാണ് നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട അയ്യൂബ് നബി സുന്ദരനായി സുമുഖനായി മാറിയെന്നാണ്. റഹ്മത്ത് ബിക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നാണ്. റഹ്മത്ത് ബി ഒന്ന് ഭർത്താവിനെ അന്വേഷിച്ചപ്പോൾ അയ്യൂബ് നബി പറഞ്ഞു ഞാനാ ഭർത്താവ് എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ടു വന്നാണ്. നിങ്ങൾ ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ട വഴിപിഴപ്പിക്കാൻ നോക്കുന്ന ശ്രമം എന്നോട് വേണ്ടാന്ന്. അപ്പോഴാ അയ്യൂബ് നബി പറഞ്ഞത് റഹ്മത്തെ അല്ലാഹുവിൻ്റെ അനുഗ്രഹം വന്നു കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും ആലിംഗനം ചെയ്യുന്നത്. അങ്ങനെ അവർ നാട്ടിലേക്ക് തിരിച്ചുപോയി. പോകുന്ന വഴിയിൽ ഫക്കീറിൻ്റെ വീട്ടിൽ പോകുന്ന രംഗമൊക്കെ ഉണ്ട്. നിങ്ങളെ ഭർത്താവ് ദുആ ചെയ്യാറില്ലേ? അയ്യൂബ് നബിയെ കാണണമെന്ന്. ആ അയ്യൂബ് നബിയാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞപ്പോൾ അവരെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. നാട്ടിൽ പോയി അയ്യൂബ് നബിയെ എല്ലാവരും സ്വീകരിക്കുന്നു. ആ സന്തോഷങ്ങളൊക്കെ പിന്നെയാണ് ഉണ്ടാകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, അയ്യൂബ് നബി അനുഭവിച്ച പ്രയാസം മുമ്പിൽ വെച്ചിട്ട് പറ, നമുക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അവർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലേ? പിന്നെ എന്താണ് നമ്മൾ അള്ളാഹുവിൻ്റെ പരീക്ഷണം നമുക്ക് മാത്രമാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഏത് പ്രയാസം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും അയ്യൂബ് നബിയെ നമ്മൾ മുമ്പിൽ കാണണം. അവരെ പോലെ ആവാൻ കഴിയില്ലെങ്കിലും തശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹു ഇന്ന തശബ്ബുഹ ലിർരിജാലി ഫലാഹു എന്നാണ്. അവരെ പിന്തുടരാൻ കഴിയില്ലെങ്കിലും അവരെ പോലെ ആവാൻ കഴിയുന്നത് ആൺകുട്ടികളുടെ അടയാളമാണ് എന്ന്. ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ ധാരാളം ആളുകൾ, ഇനി പ്രവാചകന്മാർ കഴിഞ്ഞാൽ സഹാബത്തുൽ കിറാം, മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, മദീനയുടെ മണൽപ്പരപ്പിലൂടെ ഉമയ്യത്തിന്റെ കിങ്കരന്മാര് ചാട്ടവാറ് കൊണ്ടാഞ്ഞടിക്കുമ്പോഴും അഹദ് 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 എന്ന് പറഞ്ഞ മഹാനായ ബിലാൽ, മഹദിയായ സുമയ്യ ബിബി റളിയല്ലാഹു അൻഹാ ചുട്ടുപഴുപ്പിച്ച കുന്തം തൻ്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ തിരുകി കയറ്റിയിട്ടാണ് സുമയ്യ ബീവിയെ കൊന്നു കളഞ്ഞതെങ്കിൽ അവരൊക്കെ നേരിട്ട പരീക്ഷണങ്ങളുടെ 100% പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ മഹദിയുടെ കഥ കൂടി പറഞ്ഞ് നമുക്ക് നേരെ ദുആയിലേക്ക് കടക്കാം. വിഷയം വളരെ വിശാലമാണ്, സമയപരിമിതി നമ്മെ വേട്ടയാടുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ മിഅ്റാജിൻ്റെ യാത്രയിലാണ്. മിഅ്റാജിൻ്റെ യാത്രയിൽ മുത്തുനബി നടന്നു പോകുമ്പോൾ മുഹമ്മദ് നബിക്ക് വല്ലാത്ത ഒരു പരിമളം കിട്ടി. ആ പരിമളം കേട്ടപ്പോൾ നിബിതങ്ങൾ ചോദിച്ചു, മാ ഹാദിഹി റായിഹത്തു ത്വയ്യിബത്തു യാ ജിബ്രീൽ, ജിബ്രീലേ എന്താണ് ഈ മനോഹരമായ പരിമളം? മഹാനായ ജിബ്രീൽ പറഞ്ഞു, ഹാദിഹി റായിഹത്തു ത്വയ്യിബ മാശിദത്തി ബിൻതി ഫിർഔന വ ഔലാദിഹാ, ഇത് മാഷിതയുടെയും അവളുടെ മക്കളുടെയും മണമാണ്. ആരാ മാഷിത എന്നറിയുമോ? മാഷിത എന്ന് പറഞ്ഞാൽ ഫിർഔന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന പെണ്ണാണ്. ഫിർഔന്റെ മക്കളുടെ മുടി ചികിക്കൊടുത്തിരുന്ന പെണ്ണ്.
അവൾ ഇസ്ലാം സ്വീകരിച്ചു. ഫിറൗനാണെങ്കിൽ ആര് ഇസ്ലാമിലേക്ക് വന്നാലും കൊന്നുകളയും. ഫിറോൻ പറഞ്ഞത് മൂസന്റെ റബ്ബല്ല, ഞാനാണ് റബ്ബ് എന്നാ പറഞ്ഞു. അന റബ്ബുക്കുമുല്ല. മാഷിത ഇസ്ലാം സ്വീകരിച്ചു, ആരും അറിഞ്ഞില്ല. ഒരിക്കൽ മാഷിത ഫിറൗന്റെ മകൾക്ക് മുടി ചെയ്യി കൊടുക്കുമ്പോൾ ചീർപ്പ് നിലത്തേക്ക് വീണു. ആ ചീർപ്പ് തിരിച്ചെടുക്കുമ്പോൾ മാഷിത ബീവി പറഞ്ഞു ബിസ്മില്ലാ, ബിസ്മില്ലാ എന്ന് പറഞ്ഞപ്പോൾ മാഷിത ബീവിയുടെ ഇത് കേട്ടപ്പോൾ ഫിറൗന്റെ മകൾ ചോദിച്ചു, അല്ലാഹു അബി, എൻ്റെ വാപ്പയായ അള്ളാഹാണ് നിങ്ങൾ പറഞ്ഞത്? മാഷിദ് ധൈര്യത്തോടു കൂടി പറഞ്ഞു, അല്ല, അല്ലാഹു റബ്ബി വറബ്ബുകി വറബ്ബു അബീക്, എന്റെയും നിന്റെയും നിന്റെ വാപ്പാന്റെയും റബ്ബായ അള്ളാഹുവിനെയാണ് ഞാൻ പറഞ്ഞത്. കൊട്ടാരം പൊട്ടിത്തെറിച്ചു. ഫിറൗന്റെ കാതുകളിൽ ഈ വാർത്തയെത്തി. മാഷിദയെ കൊണ്ടുവന്നു. മാഷിദ മതം മാറിയില്ലെങ്കിൽ കൊന്നുകളയും കേട്ടോ, ഭീഷണിപ്പെടുത്തി. മാഷിദ പതറിയില്ല. പല നിലക്കും ഭീഷണി, ഒരിക്കലും പതറിയില്ല. മാഷിദയുടെ മക്കളെ കൊണ്ടുവന്നു. വലിയ ചെമ്പിൽ വെള്ളം തിളപ്പിച്ചു. ഓരോ മക്കളെയും എടുത്തുകൊണ്ട് മാഷിദയോട് പറഞ്ഞു, തിളപ്പിച്ച വെള്ളത്തിലിട്ട് കൊല്ലും കേട്ടോ. ഓരോ മക്കളെയും വലിച്ചെറിയുമ്പോഴും മാഷിദ ധീരയായി നിലകൊണ്ടു. എൻ്റെ റബ്ബിന്റെ മനത്തുനിന്ന് പുറകോട്ട് പോവാൻ നിന്റെ പ്രലോഭനങ്ങൾക്കും നിന്റെ അക്രമങ്ങൾക്കും സാധിക്കില്ലടാ എന്ന് ഉറക്കെ പറഞ്ഞു മഹദിയായ മാഷിദ. അവസാനം 4 മക്കളെ വലിച്ചെറിഞ്ഞു. മുലകുടി പ്രായത്തിലുള്ള പിഞ്ചു കുഞ്ഞിനെ മാറിടത്ത് വലിച്ചെടുക്കുമ്പോൾ മാഷിത ഒരു ഉമ്മയല്ലേ, ഒരു തകർച്ചയുണ്ടായി എന്നാണ്, ഒരു വലിയ പ്രയാസമുണ്ടായി, ഒരു തേങ്ങൽ. ആ സമയത്ത് കുഞ്ഞിളം പ്രായത്തിലെ കുഞ്ഞ് സംസാരിച്ചു എന്നാണ്. ഉമ്മ നിങ്ങൾ പേടിക്കേണ്ട, ആ കുട്ടിയെയും വലിച്ചെറിഞ്ഞു. അവസാനം മാഷിത ബീവിയെയും വലിച്ചെറിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ധീരയായി അല്ലാഹുവിലേക്ക് മടങ്ങിയ മാഷിത. ഈ മാഷിതയുടെ ഗന്ധമാണ് ജിബ്രീൽ പറഞ്ഞത്, ഇത് മാഷിതയുടെയും അവളുടെ മക്കളുടെയും മണമാണെന്ന്. അല്ലാഹുവേ, അവരെ ഫൈൽ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള മഹാന്മാരുടെയൊക്കെ ചരിത്ര ശകലങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നും അനുഭവിച്ചിട്ടില്ല, ഒരു പ്രയാസങ്ങളും നേരിട്ടില്ല. ഇനി ഞാനൊരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ഇടയിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ഇടയിൽ ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടോ? ഓരോ ദിവസവും വാട്സപ്പ് തുറക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ കാണുന്ന വീഡിയോകൾ എന്തൊക്കെയാണ്? എത്ര ആളുകൾക്ക് വേണ്ടിയാണ് ക്രൗഡ് ഫണ്ടിങ് നടക്കുന്നത്? കിഡ്നി നഷ്ടപ്പെട്ടവർ, ഫൈലായവർ, ശരീരത്തിൽ മാരകമായ അസുഖങ്ങളുള്ളവർ, മജ്ജ മാറ്റിവെക്കേണ്ടവർ, ഹൃദയ സംബന്ധമായ ഓപ്പറേഷനുകൾ വേണ്ടവർ, മാരകമായ ക്യാൻസർ പിടിപെട്ടിട്ട് വലിയ ലക്ഷങ്ങൾ ചിലവേണ്ടവർ, 18 കോടിയോളം വേണ്ട മരുന്ന് വേണ്ടവർ. അല്ലാഹുവേ, പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ വയറൊക്കെ പൊങ്ങിയിട്ട് വരുന്ന വീഡിയോ കാണുമ്പോൾ സങ്കടം തോന്നും. ഈ അടുത്ത് ചില കുട്ടികളെ കണ്ടു, മലദ്വാരമില്ലാത്ത കുട്ടികൾ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളെയും കാക്കണേ അല്ലാ. എന്തൊക്കെ പരീക്ഷണങ്ങളാണ് പടച്ചോനെ. അല്ലാ, അൽഹംദുലില്ലാ പറയേണ്ട ഉമ്മ, നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്ന് പടച്ചു. അങ്ങനത്തെ ഒരു ഇടങ്ങേറും നമുക്ക് അല്ലാഹു നൽകിയില്ലല്ലോ, അങ്ങനത്തെ ഒരു പ്രയാസവും അല്ലാഹു നമുക്ക് നൽകിയില്ലല്ലോ. എൻ്റെ കൂടെ സമദ് ഫൈസി എന്ന് പറഞ്ഞ എൻ്റെ ബാച്ചിൽ പഠിക്കുന്ന, ജാമ്യയിൽ എൻ്റെ കൂടെ പഠിച്ച സമദ് ഫൈലി, നല്ല ആരോഗ്യവാനായ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ് അദ്ദേഹം. പെട്ടെന്ന് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു പനിയും ശരീരത്തിൽ നീരും വന്നതാണ്. ഡോക്ടറെ കാണിച്ചു. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 2 കിഡ്നിയും പൂർണ്ണമായി നശിച്ചിരിക്കുന്നു. 40 ലക്ഷം രൂപയാണ് അതിൻ്റെ ചെലവ് പറയുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരന് ശിഫ നൽകണേ അല്ലാ. നിങ്ങളെല്ലാവരും എൻ്റെ സഹോദരന് വേണ്ടി, സുഹൃത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാ. ഇങ്ങനെ എത്ര കഥകളാണ്, ഹൃദയവേദനകൾ, ഹൃദയ സംബന്ധമായ വേദനകൾ, പെട്ടെന്നുള്ള മരണങ്ങൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ നമ്മളെ ഇടയിലുള്ള സമാനമായ ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പോലും നമുക്ക് വന്നിട്ടില്ല. അള്ളാഹു അതിനൊക്കെ നമ്മെ രക്ഷിച്ചപ്പോൾ അതിന് അൽഹംദുലില്ലാ പറയാ വേണ്ടത്. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങളിലും കുറവുകളിലും നമ്മൾ അതിനെ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖാണ്, ഇതെൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്. ഇപ്പോൾ തന്നെ നമ്മളെ മാഷ് നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഓരോ യോഗത്തിലും മാഷ് ഇങ്ങനെ പറയും, ഇത് ഇങ്ങനെ ഒരു കണ്ണില്ലാത്ത ഇത്രയും ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളത് ഞാൻ സന്തുഷ്ടനാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ നോക്കുക, നിങ്ങൾ ഈ പള്ളിയും ഈ മദ്രസയും ഒക്കെ ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ കൂടിയ മാഷ്, നിങ്ങളൊക്കെ പേരാ പറഞ്ഞത്. പക്ഷെ നമുക്കൊക്കെ അതിൻ്റെ പറയാനുള്ള ഒരു മുമ്പിൽ, അതിൻ്റെ ഒരു മുമ്പിൽ നിന്നത് പ്രിയങ്കരനായ നമ്മുടെ മുസ്തഫ മാഷാണ്. അള്ളാഹു നൽകിയ പരീക്ഷണത്തെ കൃത്യമായ ബോധത്തോടെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലേ? അള്ളാഹു അദ്ദേഹത്തിന് അള്ളാഹു കരുത്തു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവേ അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാ നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്.
പല ഭാഗത്തും ദുആ വസിയത്തുകളൊക്കെ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ اللهم صل وسلم على سيدنا محمد وعلى آل سيدنا مولانا محمد അർഹമുറാഹിമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ ഈ ഇൽമിൻ്റെ മജ്ലിസിൽ ഞങ്ങൾ വന്നിരുന്നു കൊണ്ട് പറഞ്ഞതും ചൊല്ലിയതും കേട്ടതും നീ സ്വാലിഹായ ഒരു സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഈ മജ്ലിസ് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കാനൊരു കാരണമാക്കി നീ മാറ്റണേ അല്ലാഹുവേ. ഈ മജ്ലിസിലിരുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് വിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. ഒരുപാട് ദോഷങ്ങൾ ചെയ്തു പോയ പാപികളായ അടിയങ്ങളാണ് റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ സർവ്വദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണം ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ മറച്ചും വെളിച്ചമായും ചെയ്ത സർവ്വദോഷങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കണം ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും നീ പൊറുക്കണം റഹ്മാനെ. അല്ലാഹുവേ, എത്രയോ തവണ പാപങ്ങളെ കൊണ്ട് മോചനത്തിന് വേണ്ടി ദുആ നടത്തിയിട്ട് പിന്നെയും ഞങ്ങളെ കയ്യും ഞങ്ങളെ കാലും ഞങ്ങളെ കണ്ണുമൊക്കെ തെറ്റിലേക്ക് നീങ്ങുന്നു അല്ലാഹുവേ. ഞങ്ങൾക്ക് നിൻ്റെ കാവലുണ്ടാകണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ഉപ്പമാർക്ക് പൊറുക്കണം ഞങ്ങളെ ഉസ്താദുമാർക്ക് പൊറുക്കണം ഞങ്ങളെ സഹോദരി സഹോദരന്മാർക്ക് പൊറുക്കണം ഞങ്ങളെ സന്താനങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് പൊറുക്കണം റഹ്മാനെ. ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങളെ ശിഷ്യഗണങ്ങൾക്ക് നീ പൊറുക്കണം അല്ലാഹുവേ. ഞങ്ങളെ എല്ലാവരെയും നിൻ്റെ മഗ്ഫിറത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണം ഈ റമളാന്റെ ബർക്കത്ത് കൊണ്ട് നിൻ്റെ തൗബ സ്വീകരിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹുവേ. ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളിലുണ്ട്, ഞങ്ങളെ സദസ്സിലുള്ളവരിലുണ്ട്. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിലുണ്ട്, ഈ സദസ്സിലേക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിലുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ രോഗങ്ങൾ അറിയുന്ന റബ്ബേ, രോഗം തരുന്നവൻ നീയാണ്, ശിഫയാക്കുന്നവനും നീയാണ്. പരിപൂർണമായും ശിഫയാക്കണേ പരിപൂർണമായും ശിഫയാക്കണേ ചെറുതും വലുതുമായ മറഞ്ഞതും പുറത്തുള്ളതുമായ സർവ്വരോഗങ്ങളെയും നീ ശിഫയാക്കി തരണേ ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർ, ഞങ്ങളെ സന്താനങ്ങൾ, ഞങ്ങളെ ശിഷ്യഗണങ്ങൾ, അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ടവർ ആരൊക്കെ എന്തൊക്കെ രോഗങ്ങളിലാണോ ഉള്ളത് അല്ലാഹുവേ, അവരൊക്കെ നീ അറിയുന്നവനാണല്ലോ റഹ്മാനെ. പൂർണ്ണമായും ശിഫ നൽകണേ പൂർണ്ണമായും ശിഫ നൽകണേ പൂർണ്ണമായും ശിഫ നൽകണേ അല്ലാഹുവയുടെ ഒരു സഹോദരി വീട്ടിലേക്ക് ജോലിക്ക് പോയത് എൻ്റെ മകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു. അല്ലാഹുവേ, ആ സഹോദരിക്ക് പൂർണ്ണമായ ശിഫ നൽകണേ പൂർണ്ണമായ ശിഫ നൽകണേ ഓപ്പറേഷന് വിധേയമാവണോ എന്ന് സംശയിക്കുന്ന ഒരു രോഗിയുടെ കാര്യം പറഞ്ഞു. അല്ലാഹുവേ, റാഹത്തോടുകൂടി ശിഫ നൽകണേ റാഹത്തോടുകൂടി നീ ശിഫ നൽകണേ അല്ലാഹുവേ, ഞങ്ങളെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ പ്രയാസമുണ്ടാകുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹുവേ, മാരകമായ ക്യാൻസർ പോലെയുള്ള ട്യൂമർ പോലെയുള്ള കിഡ്നി സംബന്ധമായ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ, ശരീരത്തിലെ അവയവങ്ങൾ മാറ്റിവെക്കേണ്ട, മജ്ജ മാറ്റിവെക്കേണ്ട, വൃക്ക മാറ്റിവെക്കേണ്ട അല്ലാഹുവേ, അത്തരം രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണം ഡയാലിസ് ചെയ്യേണ്ട അവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ, രോഗക്കിടക്കയിൽ കിടന്ന് നാട്ടിൽ മുഴുവൻ ലൈവ് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഫണ്ടിങ് നടത്തേണ്ട ഒരവസ്ഥയിലേക്ക് അല്ലാഹുവേ ഞങ്ങളെയോ, ഞങ്ങളെ ഉമ്മ ഉപ്പമാരെയോ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, ഉസ്താദുമാർ, ഞങ്ങളെ ശിഷ്യഗണങ്ങൾ, ഞങ്ങളെ വേണ്ടപ്പെട്ടവരാരെയും നീ എത്തിക്കല്ലേ ഒരാളെയും അത്തരം അവസ്ഥകളിലേക്ക് നീ എത്തിക്കല്ലേ അല്ലാഹുവേ, ഞങ്ങൾ ആരുടെയെങ്കിലും ശരീരത്തിൽ മാരകമായ അസുഖത്തിൻ്റെ വല്ല വൈറസുകളും ഉണ്ടെങ്കിൽ ഞങ്ങളറിയാത്ത വിധത്തിലൂടെ നീ ശിഫയാക്കണേ ഞങ്ങളറിയാത്ത വിധത്തിലൂടെ അതിൻ്റെ വൈറസുകളെ നീ കരിച്ചു കളയണേ നീ റഹ്മാനാണല്ലോ നീ റഹ്മാനാണല്ലോ ഞങ്ങളോട് നീ കരുണ കാണിക്കണേ പടച്ചോനെ, ഞങ്ങൾ അസുഖങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ, ഞങ്ങളത് അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാക്കല്ലേ
അള്ളാഹുവേ ഞങ്ങൾക്ക് അത്തരം അസുഖങ്ങൾ നീ നൽകല്ലേ അല്ലാ. പടച്ചോനെ ഞങ്ങൾക്കത് താങ്ങാൻ കഴിയൂല റബ്ബേ, അത് സഹിക്കാനുള്ള കരുത്തൊന്നും ഞങ്ങൾക്കില്ല അല്ലാ. പരീക്ഷണങ്ങളെ കൊണ്ട് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ, പരീക്ഷണങ്ങളെ കൊണ്ട് ഞങ്ങളെ വലക്കല്ലേ അല്ലാ, പരീക്ഷണങ്ങളെ കൊണ്ട് ഞങ്ങളെ ഇടങ്ങേറിലാക്കല്ലേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളിലോ ഞങ്ങളെ ബന്ധപ്പെട്ടവരിലോ ആരിലെങ്കിലും ഇത്തരം മാരകമായ അസുഖങ്ങളുള്ളവരുണ്ടെങ്കിൽ നീ ശിഫയാക്കണേ അല്ലാ. ഈ സദസ്സിലുള്ള ആർക്കെങ്കിലും എന്തൊക്കെ അസുഖങ്ങളുണ്ടോ നിനക്കറിയാം, അവരെ കുടുംബങ്ങളിൽ ആർക്കൊക്കെ എന്തൊക്കെ അസുഖങ്ങളുണ്ടോ ചെറുതും വലുതും ഒക്കെയായും നിനക്കറിയാം. നീ പൂർണ്ണമായും ശിഫയാക്കണേ അല്ലാ, പൂർണ്ണമായും ശിഫയാക്കണേ അല്ലാ. അള്ളാഹുവേ ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങൾ മനസ്സിലുള്ളവരുണ്ട്. അള്ളാഹുവിടെ വായിച്ചു പലരും പല നീറുന്ന ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാം നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നുവല്ലാ. എല്ലാവരുടെ പ്രയാസവും നീ തീർത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നീ തീർത്തു തരണേ അല്ലാ. ഞങ്ങളെ വേദനകൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങളിൽ നീ മോചനം നൽകണേ അല്ലാ. അള്ളാഹുവേ അള്ളാഹുവേ അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ദൈനംദിനം വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, അപകടങ്ങളിൽ ഞങ്ങളെ കാക്കണേ അല്ലാ. റോഡിൽ പടഞ്ഞു മരിക്കേണ്ട, രക്തം വാർന്നു മരിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. ഞങ്ങളെ ശരീരം വീട്ടിൽ നിന്ന് വാഹനത്തിൽ ഇറങ്ങിപ്പോകുന്ന ഞങ്ങളെ ശരീരം ആംബുലൻസിൽ തിരിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥയെ തൊട്ട് ഞങ്ങളെയോ ഞങ്ങളെ ഉമ്മ ഉപ്പ ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ ഉസ്താദുമാർ ശിക്ഷകണങ്ങൾ ആരെയും നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അങ്ങനത്തെ അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ലേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് തിരിച്ചു വിളിക്കുന്ന അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളെ മക്കളെ തിരിച്ചു വിളിക്കുന്ന അവസ്ഥ നീ ഉണ്ടാക്കല്ലേ അല്ലാ. അള്ളാഹുവേ അപകട മരണങ്ങളിൽ നിന്ന്, ആത്മഹത്യ മരണങ്ങളിൽ നിന്ന്, വിഷം തീണ്ടിയുള്ള മരണങ്ങൾ, പൊള്ളലേറ്റുള്ള മരണങ്ങൾ അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ. അള്ളാഹുവേ ഇറക്കാലം രോഗക്കിടക്കയിൽ കിടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. ഞങ്ങളെ കാഷ്ടവും മൂത്രവും മറ്റൊരാളെ കൊണ്ട് വൃത്തിയാക്കേണ്ട ഗതികേടിലാക്കല്ലേ അല്ലാ. ഞങ്ങളെ വേണ്ടപ്പെട്ടവരൊക്കെ ഇതൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് മനസ്സിലെങ്കിലും പറയുന്ന അള്ളാഹുവേ ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം നിനക്ക് ആരാധന ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. നിന്നെ അറിഞ്ഞ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവേ നിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. നിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു തവണയെങ്കിലും ഹബീബിൻ്റെ റൗളാ ഷരീഫ് ഞങ്ങളെ കാണിക്കണേ അല്ലാ. ഹറമൈനി കാണിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ഹജ്ജ് ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അതിന് ഭാഗ്യം കിട്ടാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അതിനുള്ള സൗഭാഗ്യം നിൻ്റെ കുദറത്ത് കൊണ്ട് നീ ഒരുക്കി തരണേ അല്ലാ. അതിന് ഭാഗ്യം കിട്ടിയവർക്ക് വീണ്ടും വീണ്ടും ആ ഭാഗ്യം നീ നൽകണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ പ്രതീക്ഷ ഞങ്ങളെ മക്കളാണ്, ഞങ്ങളെ ഏറ്റവും വലിയ സമ്പത്തും ഞങ്ങളെ മക്കളാണ്. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ, നാഫീങ്ങളാക്കണേ അല്ലാ, ഹാഫിലീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങൾ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ ഖബറിൻ്റെ അരികിൽ വന്ന അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിഹ യാസീനോദി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ ധിക്കരിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. കള്ളുകുടിയന്മാരും പെണ്ണുപിടിയന്മാരുമാക്കി മാറ്റല്ലേ അല്ലാ. ലഹരിയുടെ ഉപയോക്താക്കളാക്കല്ലേ അല്ലാ. തെമ്മാടിക്കൂട്ടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. അള്ളാഹുവേ നിന്റെ ദീനിനെ പരിഹസിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന മക്കളാക്കല്ലേ അല്ലാ. ആധുനികതയുടെ ട്രെൻഡുകളെ കൂടെ കൂടിയിട്ട് മതത്തെ പരിഹസിക്കുന്ന ആളുകൾ ഞങ്ങളെ മക്കളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ മക്കൾ മുഖേന ഞങ്ങൾക്ക് അഭിമാനം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കൾ മുഖേന ഞങ്ങൾക്ക് അഭിമാനം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ മുഖേന്ദ്ര ഞങ്ങൾ നാണം കെടേണ്ട ഒരവസ്ഥയിലേക്ക് അള്ളാഹുവേ നീ എത്തിക്കല്ലേ അല്ലാ. അള്ളാഹുവേ മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഓരോ സമയത്തും ഞങ്ങൾക്ക് ബേജാറാണ്. പടച്ചോനെ ഞങ്ങളെ ബേജാറ് തീർത്ത് ഞങ്ങളെ മക്കളെ റാഹത്തിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയാക്കണേ അല്ലാ. നാളെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഒരു ഉമ്മ ഇവിടെ പരിഭവം പറഞ്ഞു, മകൻ ഉപേക്ഷിച്ചു പോയി എന്ന്. അല്ലാ, മകന് സൽബുദ്ധി നീ തോന്നിപ്പിക്കണേ അല്ലാ.
ആ മകന് സൽബുദ്ധി തോന്നിപ്പിക്കണേ അല്ലാ. ആ മകൻ അല്ലാഹുവേ നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. തിരിച്ചു വന്നും മാൻ്റെ കൂടെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ആ മകന് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഇന്ന് ഖബറിലാണ്. ഞങ്ങളുടെ ഒരുമിച്ച് കൂടുമ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ പലരും ഞങ്ങളുടെ കൂടെ ഇല്ല. ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ ഉപ്പമാർ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ വേണ്ടപ്പെട്ടവർ, ഭാര്യ ഭർത്താക്കന്മാർ, അങ്ങനെ പല ആളുകളും ഖബറിലാണ്. വല്ലിപ്പ വലിയമ്മമാർ, അല്ലാഹുവേ എല്ലാവരെയും നിനക്കറിയാം റഹ്മാനെ. അവരെ ഖബർ ജീവിതങ്ങളെ റാഹത്തിലാക്കണം അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. ഈ സദസ്സിൽ ഇപ്പോൾ ഓരോരുത്തരും അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ ഓർക്കുന്നുണ്ട് റബ്ബേ. അല്ലാഹുവേ അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ, റാഹത്തിലായി കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ, സ്വർഗീയ സന്തോഷങ്ങൾ നൽകണേ അല്ലാ. നാളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പ്രിയപ്പെട്ടവർ, അല്ലാഹുവേ അവർ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ഞങ്ങൾ ചെയ്യുന്ന അമലുകളുടെയൊക്കെ ഒരു നസീബ് അവരെ ഖബറിലേക്ക് കൂടി നീ എത്തിക്കണേ അല്ലാ. അവരെ ഖബറിലേക്കും നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ എൻ്റെ ഉപ്പയും എൻ്റെ അനിയനും ഖബറിലാണ്. അവരെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. നാളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ പള്ളിക്ക് വേണ്ടി, ഈ മദ്രസക്ക് വേണ്ടി പണിയെടുത്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഇതിൻ്റെ തുടക്കത്തിലെ സ്വർണ്ണമാല നൽകിയ ഒരു ഉമ്മ മരണപ്പെട്ടുവെന്നാ പറഞ്ഞത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. നീ ആ ഉമ്മാൻ്റെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. പരലോകം നീ ധന്യമാക്കണേ അല്ലാ. അല്ലാഹുവേ ഒരു രൂപ കൊണ്ട്, ഒരു നാവ് കൊണ്ട്, ഒരു വാക്ക് കൊണ്ട് അല്ലാഹുവേ ഇതിനെ സഹകരിച്ച ഒരുപാട് പേരുണ്ട്. ഈ മഹത്തായ സംരംഭം ഇവിടെ ഉയർന്നു വന്നത് ഇവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ, ഇവിടുത്തെ ഉമ്മമാരുടെ, സഹോദരിമാരുടെ അധ്വാനം കൊണ്ടാണെന്നറിയാൻ കഴിഞ്ഞു. ആരൊക്കെ ഇതിനു വേണ്ടി സംഭാവന ചെയ്തോ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഇവിടെ വന്ന് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അത്ഭുതത്തോടെ കേട്ടിരുന്നത്. ഓരോ കാര്യം വളരെ പ്ലാനിങ്ങോടുകൂടി ഇതിനു വേണ്ടി ചെയ്യുന്നു. അല്ലാഹുവേ ഇതിനൊക്കെ സഹകരിക്കുന്നവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഖതീബ് ഉസ്താദിൻ്റെ ശമ്പളം ഏറ്റെടുത്തതൊരു സഹോദരിയാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. യതീം കുട്ടികളെ സംരക്ഷിക്കുന്നുവെന്ന് പറഞ്ഞ് അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തുന്നതും ഈ ഉമ്മമാരാണ്, സഹോദരിമാരാണ്, ഇവിടുത്തെ പ്രിയപ്പെട്ടവരാണ്. അല്ലാഹുവേ അർഹമുർ റഹീമേ നീ അതൊക്കെ സ്വീകരിക്കണേ അല്ലാ, നീ അതൊക്കെ സ്വീകരിക്കണേ അല്ലാ. ഈ പള്ളിയുടെയും മദ്രസിൻ്റെയും തറക്കല്ലിട്ടത് തൊട്ട് ഇന്നേ വരെയും ഇനിയും ആരൊക്കെ ഇതിനെ സഹായിക്കുന്നുവോ, ആരൊക്കെ സഹായിച്ചുവോ അല്ലാഹുവേ ഒരു രൂപയുടെ സഹായമാണെങ്കിലും നീ വെറുതെയാക്കല്ലേ അല്ലാ, നീ വെറുതെയാക്കല്ലേ റഹ്മാനെ. ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ നല്ല നീയത്തിൽ നടക്കുന്ന സംരംഭങ്ങളാണ്. ഉയർച്ച നൽകണേ റഹ്മാനെ, പൂർണ്ണമായ വളർച്ച നൽകണം അല്ലാ. അല്ലാഹുവേ നിന്റെ ദീനിൻ്റെ കാര്യമാണ് നീ സഹായിക്കണം അല്ലാ, നിന്റെ ദീനിൻ്റെ കാര്യമാണ് നീ സഹായിക്കണം അല്ലാ. യതീം മക്കളെ, പാവപ്പെട്ടവർക്ക് ടൈലറിംഗ് അടക്കം, അവർക്ക് മറ്റുള്ള കാര്യങ്ങളടക്കം കൊടുക്കാൻ ഒരുപാട് പദ്ധതികൾ ഈ പ്രിയപ്പെട്ടവർക്കുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഇവിടുത്തെ ഉമ്മമാർ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി തടിച്ചുകൂടിയിരിക്കുന്നു. അവരെക്കുറിച്ച് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. ദീനീ കാര്യങ്ങൾ കൂപ്പൺ കൊണ്ടുപോകാനും പണം പിരിക്കാനും സമ്പത്ത് കണ്ടെത്താനും ഇതിനു വേണ്ട വിഭവങ്ങൾ സമാഹരിക്കാനും ഒക്കെ ഉമ്മമാർ സഹോദരിമാരാണ്. ഖദീജ ബീവിയുടെയും ഫാത്തിമ ബീവിയുടെയും കൂടെ സ്വർഗം കൊടുക്കണേ അല്ലാ. ഖദീജ ബീവിയുടെ കൂടെ സ്വർഗം കൊടുക്കണേ അല്ലാ. ആസിയ ബീവിയുടെ, മറിയം ബീവിയുടെ, ആയിഷ ബീവിയുടെ ജിവാറ് കൊടുക്കണേ അല്ലാ. മുത്തുനബിയുടെ തൃക്കല്യാണത്തിൽ പങ്കെടുക്കാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ആ ഉമ്മമാർക്ക് ആർക്കും ഒരു പ്രയാസവും നീ നൽകല്ലേ അല്ലാ, ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ ഇതിനെ മാനേജ് ചെയ്യുന്നതിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, വീരാങ്കടക്കം പ്രിയങ്കരനായ മുസ്തഫ മാഷടക്കം ഇതിൻ്റെ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, അല്ലാഹുവേ സമാനതകളില്ലാത്ത സേവനമാ ചെയ്യുന്നത്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. എന്തൊക്കെ ചുറ്റുപാടുണ്ടാകുമ്പോൾ നിന്റെ ദീനിന് വേണ്ടിയല്ലേ ഓടി നടക്കുന്നത്. നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇതിനൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട മുസ്തഫ മാഷ്ക്ക് അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ.
അല്ലാ. ആരോഗ്യപരമായ ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ നീ നീക്കി കൊടുക്കണേ അല്ലാ. അസുഖങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ആരോഗ്യം നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഒരു പ്രയാസത്തിലും നീ പെടുത്തല്ലേ അല്ലാ. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്കൊക്കെ നിറം പകരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ റമളാൻ ആക്കണേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ റമളാൻ ആക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ റമളാനാക്കണേ അല്ലാ. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ദുആ കൊണ്ട് വലിയ ലിസ്റ്റാ വന്നിരിക്കുന്നത്. അതിൽ അസുഖബാധിതരുണ്ട്, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, മക്കളുടെ പരീക്ഷ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞവരുണ്ട്, അതുപോലെ ഗൾഫിൽ പോയ മക്കളുടെ ജോലിയുടെ കാര്യം പറഞ്ഞവരുണ്ട്, മനസ്സിൻ്റെ മുറാദുകൾ മാറാൻ, മറ്റസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ, വിവാഹം ശരിയാവാൻ, കണ്ണിൻ്റെ അസുഖം മാറാൻ, വയറിൻ്റെ അസുഖം മാറാൻ, കാലിൻ്റെ കടച്ചിലും തരിച്ചിലടക്കം പ്രയാസങ്ങളും ഷുഗറും ഒക്കെ മാറാൻ, ഇങ്ങനെ പല കാര്യങ്ങൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. എഴുതിയതൊക്കെ എഴുതാതെ തന്നെ അറിയുന്ന റബ്ബേ, നീ അവരെ മുറാദുകളെ പൂർത്തിയാക്കണേ അല്ലാ. നീ അവരെ മുറാദുകളെ പൂർത്തിയാക്കണേ അല്ലാ. ഞങ്ങളുടെ ജോലികൾ, കച്ചവടങ്ങൾ നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അഭിവൃദ്ധിയും റാഹത്തും പ്രദാനം ചെയ്യണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നീ അർഹമായ ജോലിയും ശമ്പളവും നൽകണേ അല്ലാ. അവരുടെ പ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങളെ വീട്ടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ആരൊക്കെയാണോ രോഗമോചനത്തിന് വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തത് അവരുടെയൊക്കെ എല്ലാവരുടെയും അസുഖങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. അല്ലാഹുവേ, റമളാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഇത് ഞങ്ങൾ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ. ഇത് ഞങ്ങൾ അവസാനത്തെ നോമ്പാക്കല്ലേ അല്ലാ. ഇത് ഞങ്ങൾ അവസാനത്തെ തറാവീഹും നോമ്പും റമളാൻ ക്ലാസ്സും ഒന്നുമാക്കി നീ മാറ്റല്ലേ അല്ലാ. ഇനിയും ഒരുപാട് റമളാനെ സ്വീകരിക്കാനും ആരാധനകൾ കൊണ്ട് സജീവമാക്കുവാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ പള്ളിയെയും മദ്രസയും സംരംഭങ്ങളെയും ഒക്കെ നീ വിജയിപ്പിക്കണേ അല്ലാ. നാട്ടിൽ ഖൈർ നൽകണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങൾ ദുആ ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങളും നിനക്കറിയാം, അതൊക്കെ നീ പരിഹരിച്ചുകൊണ്ട് റാഹത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സഹോദരിമാരെ, പരീക്ഷ എഴുതിയ എല്ലാവരും പ്രൈസ് വാങ്ങിയതിന് ശേഷം, പ്രോത്സാഹന സമ്മാനം വാങ്ങിയതിന് ശേഷം ഇന്ന് പോകാവുന്ന പ്രത്യേകം അറിയിക്കുകയാണ്. പിന്നെ നാളെ കൃത്യം 9 മണിക്ക് തന്നെ ദിക്ർ ദുആ മജ്ലിസ് ആരംഭിക്കും. ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, റോട്ടിലിറങ്ങുമ്പോൾ കൂടെയുള്ള ചെറുപ്പക്കാരികളായ സഹോദരിമാരുടെ സഹായം തേടണം, പ്രയാസപ്പെടരുത്. ഓട്ടോറിക്ഷ പിടിച്ചു കൊടുക്കാനൊക്കെ വേണ്ടി കൂടെയുള്ള സഹോദരിമാരൊന്ന് സഹായിച്ചു കൊടുക്കണം. ഒരു പക്ഷേ ക്ലാസ്സിലിരുന്നേക്കാൾ ഗുണം ഇത്തരത്തിലുള്ള ഉമ്മമാരെ സഹായിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഹിദ്മത്തുകൾ ചെയ്യാൻ വേണ്ടി ആരും മടി കാണിക്കരുതെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അവരെ സഹായിച്ചു കൊടുക്കുന്ന ഉമ്മമാരുടെ കാര്യത്തിൽ പ്രത്യേകം സഹായിക്കണമെന്ന് അറിയിക്കുകയാണ്.